ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എക്സാം ഒക്കെ അടുത്തില്ലേ? അപ്പം മിസ്സ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 10th ബയോളജി ചാപ്റ്റർ 2 സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. പാത്ത് ഓഫ് എവല്യൂഷൻ മിസ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പകുതി വരെ എടുത്തിട്ടുള്ളൂ. എവല്യൂഷൻ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്ത്. ഇത് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നൊരു ടോപ്പിക് കൂടി ഉണ്ട്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണം, നമുക്ക് നേരെ എന്താണ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. കാര്യം നിങ്ങൾ ഇപ്പോൾ എന്നെ കാണുന്നുണ്ട് അല്ലേ, അതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, അതുപോലെ ഞാൻ ടച്ച് ചെയ്ത ഞാനും നല്ല ആര് ടച്ച് ചെയ്താലും നിങ്ങൾ അറിയുന്നുണ്ട്, രുചികൾ അറിയുന്നുണ്ട്, സ്മെല്ല് അറിയുന്നുണ്ട്, അതുപോലെ തന്നെ തണുപ്പ്, അതായത് നമ്മുടെ ചുറ്റുമുള്ള തണുപ്പ്, അതുപോലെ തന്നെ ചൂട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത് എന്തിലൂടെയാണ്? നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിലൂടെയാണ്. നമ്മുടെ ജീവിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഏകോപിക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മെയിൻ ഹീറോയാണ് ആര്? നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യൂഹം എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് പ്രധാനമായിരിക്കുന്ന കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അതായത് മെയിൻ ഹീറോസ് എന്ന് പറയുന്ന ആരാ? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവുകളുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്, ഓക്കെ, മസ്തിഷ്കമുണ്ട്, സുഷമനി ഉണ്ട്, നാഡികളുണ്ട്, ഗ്രാഹികളുണ്ട്. ഇവയൊക്കെ കൂടി ചേർന്നതാണ് എന്ത്? നമ്മുടെ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നാഡീവ്യൂഹം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ. അതായത് നെർവസ് സിസ്റ്റത്തിൽ ഏതൊക്കെയാണ് മെയിൻ ആയിരിക്കുന്ന പാർട്സ്, ഏതൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്, റിസപ്റ്റേഴ്സ്. അതിനകത്ത് ബ്രെയിൻ ഓൾറെഡി നമുക്കറിയാം. സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ബ്രെയിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സുഷമന എന്ന് പറയുന്നത്. നാഡികൾ എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് ആയിരിക്കുന്ന സ്ട്രക്ചറൽ ആയിരിക്കുന്ന യൂണിറ്റ് ആണ് ഈ പറയുന്ന നെർവുകൾ എന്ന് വിളിക്കുന്നത്. ഇനി റിസപ്റ്റേഴ്സ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ചൂട് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജ്യൂസ് കുടിച്ചു. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ജ്യൂസ് തരികയെന്ന് കരുതിക്കോ. ആ ജ്യൂസ് നിങ്ങൾ കുടിക്കുമ്പോൾ എന്താ? നിങ്ങൾ രുചി അറിയുന്നുണ്ട്. അതെന്തിലൂടെയാണ്? ഈ റിസപ്റ്റേഴ്സിലൂടെയാണ്. അതുപോലെ നിങ്ങൾ എന്നെ കാണുന്നു, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇപ്പൊ കാണുന്നത് നിങ്ങളുടെ കണ്ണിൽ റിസപ്റ്റർ ഉണ്ട്, അതുവഴിയാണ് എന്താണ് ഈ റിസപ്റ്റർ, ഗ്രാഹികൾ എന്നാണ് കേട്ടോ മലയാളത്തിൽ പറഞ്ഞത്. അതുവഴിയാണ് ബ്രെയിനിലേക്ക് എന്ത് ചെയ്യുന്നത്? ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്വീകരിക്കുന്ന, അതായത് നമ്മുടെ ഈ പറയുന്ന ശബ്ദമായിക്കോട്ടെ, അല്ലെങ്കിൽ വിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടേസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ടെമ്പറേച്ചർ ആയിക്കോട്ടെ, രുചി ആയിക്കോട്ടെ, രുചിയും ടേസ്റ്റ് ഒക്കെ ഒന്ന് തന്നെയാണല്ലേ. ഇതൊക്കെ എന്താണ്? സ്വീകരിക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു ഭാഗമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറയുന്നത്. ഇനി കുറച്ചു മുമ്പ് മിസ് പറഞ്ഞില്ലേ, ഈ രുചിയുടെ കേസ് പറഞ്ഞു, അതുപോലെ തണുപ്പിന്റെ കേസ് പറഞ്ഞു, അതുപോലെ എന്താണ് ടച്ച് പറഞ്ഞു, വിഷൻ പറഞ്ഞു, ഹിയറിംഗ്, അതായത് പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന ഒരു പ്രേരണ ഉണ്ടാവില്ലേ, അതിനെ നമ്മൾ സ്റ്റിമുലേ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? സ്റ്റിമുലേ. എന്തായാലും കളറ് മാറ്റം, നിങ്ങളുടെ കണ്ണടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മിസ് എന്തായാലും യെല്ലോ എടുക്കാം കേട്ടോ, അടിപൊളിയല്ലേ കളർ? ഓക്കെ, സ്റ്റിമുലേ എന്നാണ് പറയുന്നത്. സ്റ്റിമുലേ അല്ലെങ്കിൽ ഉദ്ദീപനം എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്. അതായത് ഈ പറയുന്ന ചൂടായിക്കോട്ടെ, നമ്മളിപ്പോൾ ചൂട് വസ്തുവിൽ കൈ പിടിക്കുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് കൈ മാറ്റുന്നുണ്ട്. അതെന്താണ്? ഈ പറയുന്ന പോലെ നമ്മൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ആ ചൂട് വസ്തു, ഹോട്ടായിരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് എന്ത്? സ്റ്റിമുലേ എന്ന് പറയുന്നത്. നമ്മളൊരു ജ്യൂസ് കുടിക്കുന്നു, അതിൻ്റെ ടേസ്റ്റ് എന്താണ്? സ്റ്റിമുലേ ആണ്. അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര തണുപ്പാണ്, അതെന്താണ്? മറ്റൊരു സ്റ്റിമുലേ ആണ്. നിങ്ങളെന്നെ കാണുന്നതോ, വിഷൻ, മറ്റൊരു സ്റ്റിമുലേ ആണ്. അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നത്, അതെന്താണ്? അതും സ്റ്റിമുലേ ആണ്. അതിനെയാണ് സ്റ്റിമുലേ എന്ന് പറയുന്നത്. ഈ സ്റ്റിമുലേ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ബോഡിയിൽ എന്തുണ്ട്? ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതുവഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന സ്റ്റിമുലേ കടന്നു പോകുന്നത്. ഈ സ്റ്റിമുലേ കടന്നു പോകുന്നത് ഒരു മെസ്സേജിന്റെ രൂപത്തിലാണ്. അതായത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ടാണ്, അല്ല ആവേഗങ്ങളായിട്ടാണ് കടന്നു പോകുന്നത്. നോർമലി നമുക്ക് ഒരാൾക്ക് ഒരു കാര്യം പറയാനാണ് നമ്മൾ മെസ്സേജ് അയക്കും. അതുപോലെ നമ്മുടെ ബോഡിയിൽ ഇതുപോലുള്ള ആ മെസ്സേജിനെ വിളിക്കുന്ന പേരെന്താണ്? ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ എന്നാണ്. ഇത് ജസ്റ്റ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമാണ് ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവ് ഉണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്, മസ്തിഷ്കമുണ്ട്, സുഷമനി ഉണ്ട്, നാഡികളുണ്ട്, ഗ്രാഹികളുണ്ട്. ഇവയൊക്കെ കൂടി ചേർന്നതാണ് എന്ത്? നമ്മുടെ മനുഷ്യന്റെ നാഡീവ്യൂഹം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മളൊക്കെ വീടുകളിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം, ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചാൽ? ഇഷ്ടികകൾ വെച്ചിട്ടാണ് അല്ലേ. അതിൻ്റെ ഒരു ബേസിക് ആയിരിക്കുന്ന യൂണിറ്റ് എന്താ? ഇഷ്ടികയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന ന്യൂറോൺസ് ആണെന്ന് പറയും. ഇതാണ് കേട്ടോ ന്യൂറോൺസ്. മലയാളം മീഡിയം അത് തന്നെയാണ്, ന്യൂറോൺസ് എന്നാണ്. ഈ ന്യൂറോൺസ് ഇങ്ങനെ അടക്കി വെച്ചിട്ടാണ് എന്ത്? ഈ നെർവസ് സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു ന്യൂറോൺ മാത്രമല്ല കേട്ടോ, ഒരുപാട് ന്യൂറോണുകളുണ്ട്. ഈ ന്യൂറോൺ വഴിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റിമുലേ, ചൂടായിക്കോട്ടെ, തണുപ്പായിക്കോട്ടെ, രുചി ആയിക്കോട്ടെ, ടച്ച് ആയിക്കോട്ടെ, അങ്ങനെ എന്തിന് നിങ്ങളുടെ ക്ലാസ്സിലെ മിസ് നിങ്ങൾ അടിക്കാറില്ല? അടിക്കുമ്പോൾ നമ്മുടെ ഈ വടി കൊള്ളുമ്പോൾ എന്താ ഒരു ഫീൽ ചെയ്യാറില്ല? വേദന. ഈ വേദന അറിയിക്കുന്നവരെ ആരാണ്? ഈ ന്യൂറോൺസ് ആണ്. ഈ ന്യൂറോൺസ് ഇമ്പൾസിന്റെ രൂപത്തിൽ ചെന്ന് നമ്മുടെ ഈ പറഞ്ഞ ബ്രെയിനോട് വന്നിട്ട് അടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് വേദന എടുക്കുന്നത്. ഭയങ്കര ക്വിക്കായിട്ട് നടക്കുന്ന റെസ്പോൺസ് ആണ് കേട്ടോ. അതാണ് ഈ പറയുന്ന, സാധാരണ നമ്മളോട് പറയാറുണ്ട്,
കമ്പ്യൂട്ടറിനേക്കാളൊക്കെ ഭയങ്കര വലിയ ബുദ്ധിയാണ് ഹ്യൂമൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. കാരണം എന്താ, വളരെ ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യാൻ പറ്റും. അതെന്ത് കാരണമോ, ഈ പറയുന്ന നെർവസ് സിസ്റ്റം കാരണമാണ്. ഈ നെർവസ് സിസ്റ്റത്തിലെ നാഡികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെസ്സേജ് പട്ടപ്പടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂറോണിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇമ്പൾസിനെ പാസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കണം. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ചില ആൾക്കാർക്ക് ഇത്, എനിക്കൊക്കെ തോന്നും കമ്പിത്തിരി കത്തിച്ച പോലെയൊക്കെ തോന്നും. അതുപോലെ പല പല രൂപങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നാനുള്ള, അത് നിങ്ങൾ ഏത് രൂപമാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ രൂപത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചു. പക്ഷെ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കാം. ഇതിന്റെ തുമ്പത്ത് ഈ കാണുന്ന ചില്ല പോലത്തെ ഭാഗം കണ്ടില്ലേ മക്കളെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. മലയാളം മീഡിയം അത് തന്നെയാണ് വിളിക്കുന്നത്, ഡെൻഡ്രൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡെൻഡ്രൈറ്റിന്റെ ആദ്യ ഭാഗം കണ്ട, ഈ ആദ്യ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. എന്താണ് ഡെൻഡ്രോൺ. ഇനി ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോ എന്നും വിളിക്കാറുണ്ട്, കോശ ശരീരം എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഇനി എന്താണ്, ഇവിടെ ഇങ്ങനെ ലോങ് ആയിരിക്കുന്ന ഒരു ഫിലമെന്റ് കണ്ടോ, ലോങ് ആയിരിക്കുന്ന ഫിലമെന്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ. എന്താണ് ആക്സോൺ. ആ ലോങ് ഫിലമെന്റിന്റെ പേരാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇനി ആക്സോണിന് ഒരു ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ മരത്തിന്റെ ചില്ല പോലെ ഇങ്ങനെ പോയിരിക്കുകയാണ്. ഈ ആക്സോണിന്റെ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്സോണൈറ്റ്. എന്താണ് ആക്സോണൈറ്റ് എന്നാണ്. ഇനി ആക്സോണൈറ്റിന്റെ ടിപ്പിൽ അതിൻ്റെ ആ അറ്റത്ത് കണ്ടിട്ട് നമുക്ക് കുഞ്ഞിങ്ങനെ ബൾബ് പോലത്തെ ഒരു നോബ് കാണാൻ പറ്റും. ഇതിൻ്റെ പേരാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. എന്താണ് സിനാപ്റ്റിക് നോബ്. അപ്പം മിസ് ഒരു പ്രാവശ്യം കൂടെ പറയാം, ഇതാണ് ന്യൂറോൺ. ഇങ്ങനെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് എഴുതണം എന്താണത്, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ആണെന്ന് എഴുതിയിരിക്കണം. ഇനി ഇതെന്താണ്, ഈ ഒരു ഭാഗം എന്താണ്, സെൽ ബോഡിയാണ്. ഈ സെൽ ബോഡിയുടെ ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു പുറത്തേക്ക് വരുന്ന ഈ പ്രൊജക്ഷൻ എന്ത് വിളിക്കുന്നുണ്ട്, ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഡെൻഡ്രോണിന്റെ ഈ ബ്രാഞ്ചസിനെ എന്ത് വിളിക്കുന്നുണ്ട്, ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നു. അത് ഓർത്ത് വെക്കണം, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നു, ആക്സോണിന്റെ ബ്രാഞ്ചസിനെ ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പൊ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നു. ഇനി ഈ ലോങ് ഫിലമെന്റിനെ നമ്മൾ എന്താണ്, ആക്സോൺ എന്നാണ് വിളിക്കുന്നത്. ആക്സോണിന്റെ ബ്രാഞ്ചസിനെ നമ്മൾ ആക്സോണൈറ്റ്, അതിന്റെ ടിപ്പിലായിട്ട് എന്താ ഉള്ളത്, സിനാപ്റ്റിക് നോബാണുള്ളത്. ഇതുവരെ മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരാൾ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ശരീരത്തിൽ എവിടെയെങ്കിലും ചൂടുള്ള വസ്തു കൊണ്ടു, അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റിമുലി സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ എന്തുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാഹികളുണ്ട്. ഈ ഗ്രാഹികൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ആ ഇമ്പൾസിനെ ഡെൻഡ്രോണിലൂടെ സെൽ ബോഡിയിലൂടെ ആക്സോണിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സോണൈറ്റിലൂടെ സിനാപ്റ്റിക് നോബിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത് ഇപ്പുറത്ത് വേറെ എന്താണ്, ഇതുപോലെ തന്നെ ന്യൂറോൺസ് ഉണ്ടാവും. ഇത് അടുത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടാണ് നമ്മൾ ഓരോരോ കാര്യം, അത് ഹോട്ട് ഒബ്ജക്റ്റിൽ തൊടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ രുചി അറിയുന്നതായിക്കോട്ടെ, ഒരാൾ തല്ലുന്നതായിക്കോട്ടെ, പിച്ചുന്നതായിക്കോട്ടെ, പുറത്തുള്ള തണുപ്പായിക്കോട്ടെ, ചൂടായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ന്യൂറോൺസിലൂടെ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ പാസ് ചെയ്ത് ബ്രെയിനിൽ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ എത്തുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ ഭാഗങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചോട്ടെ, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, അതുപോലെ തന്നെ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇനി ചില ന്യൂറോൺസിൽ ഇവിടെ ഇങ്ങനെ ഒരു ആക്സോണിന്റെ ചുറ്റുമായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു കൊഴുപ്പിന്റെ ഒരു ആവരണം കാണാം കേട്ടോ. അതിനെ വിളിക്കുന്ന പേരാണ് മൈലിംഗ് ഷീത്ത് കേട്ടോ. അത് നിങ്ങൾ അടുത്ത ടോപ്പിക്ക് വരുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞതാ, ന്യൂറോണിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ജസ്റ്റ് മിസ് പറഞ്ഞതേ ഉള്ളൂ. ഈ പറയുന്ന ആക്സോണിനെ പൊതിഞ്ഞിട്ടൊരു കൊഴുപ്പിന്റെ ഒരു മെംബ്രെയിൻ, ഒരു ആവരണം വരുന്നുണ്ട്, അതിന്റെ പേരാണ് എന്താണ് മൈലിംഗ് ഷീത്ത് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, അടയാളപ്പെടുത്താനും പഠിച്ചിരിക്കണം. ഇതുപോലെയാണ് നമ്മുടെ നെർവുകൾ ശരീരത്തിൽ കിടക്കുന്നത്. ഒരെണ്ണം മാത്രമല്ല, എന്താണ്, ഒരുപാടുണ്ട്. ഈ നെർവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടച്ച് ചെയ്താലൊക്കെ അറിയുന്നത്. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ല, ആക്സിഡന്റിന് ശേഷം കാലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല. കാര്യം എന്താണ്, അവിടുത്തെ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം തകരാറിലായ ആൾക്കാരിലാണ് ഇതുപോലൊരു കണ്ടീഷൻസ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തം എന്താണ്, ഇതുപോലെ നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ആ പാർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഇനി ന്യൂറോൺസിന്റെ മെയിൻ കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണെന്ന് പറഞ്ഞിരുന്നു. ഇനി എന്താണ്, ന്യൂറോൺസുകൾക്ക് എന്താണ്, സവിശേഷ കോശങ്ങളാണ്. ഇവയ്ക്ക് എന്താണ്, ഉദ്ദീപനങ്ങളെ അനുസരിച്ച് ഉചിതമായിട്ടോ സന്ദേശങ്ങളെ രൂപപ്പെടുത്തി എങ്ങോട്ടേക്ക് നമ്മുടെ ഈ പറയുന്ന ഉദ്ദീപനം എന്ന് വെച്ചാൽ സ്റ്റിമുലയാണ് കേട്ടോ. സ്റ്റിമുലയ്ക്ക് അനുസരിച്ച് ഇതുപോലെ ഇമ്പൾസിനെ, മെസ്സേജുകൾ ഇങ്ങനെ ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തി ബ്രെയിനിലേക്ക് എത്തിക്കുകയാണ് ജോലി. ഇനി ന്യൂറോഗ്ലിയൽ
സെൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ വർഷത്തെ സിലബസിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് വെച്ചാൽ എപ്പൻഡൈമൽ സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ, മൈക്രോഗ്ലിയൽ സെൽസ്, ഷ്വാൻ സെൽസ്, അതുപോലെ ആസ്ട്രോസൈറ്റ് എന്നീ കോശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പറയുന്ന ബ്രെയിനിലായിക്കോട്ടെ, സ്പൈനൽ കോഡിലായിക്കോട്ടെ, അതായത് മസ്തിഷ്കത്തിലായിക്കോട്ടെ, സുഷമനയിലായിക്കോട്ടെ, പകുതിയിലധികം എന്താണ് ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ് ഉള്ളത്. ഇവർക്ക് എന്താണ് സെൽ ഡിവിഷൻ ഉള്ള, ദീസ് സെൽസ് ഹാവ് ടു എബിലിറ്റി ടു ഡിവൈഡ്, വിഭജന ശേഷിയുള്ളവയാണ്. ഇവർക്ക് എന്താ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവയാണ്. ഇനി ഇവരെന്താണ് ഉദ്ദീപനങ്ങളെ ഒന്നും കടത്തിവിടുന്നില്ല. ന്യൂറോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്റ്റിമുലേനും ഇമ്പൾസിന്റെ രൂപത്തിലേക്ക് ഇങ്ങനെ കടത്തി വിടുന്നത്. പക്ഷെ ന്യൂറോഗ്ലിയൽ എന്താണ്? ഉദ്ദീപനങ്ങളെ ഒന്നും കടത്തിവിടില്ല, മടിയന്മാരാണ് കേട്ടോ. ദേ കനോട്ട് റിസീവ് സ്റ്റിമുലേ ഓർ ട്രാൻസ്മിറ്റ് മെസ്സേജ്. ഇവർ ഒരിക്കലും ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സന്ദേശങ്ങളെ കടത്തിവിടുകയോ ചെയ്യാത്ത മടിയന്മാരായിരിക്കുന്ന ആൾക്കാരാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. പക്ഷെ എനിക്ക് വേറെ ജോലികളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. എപ്പൻഡൈമൽ സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ, ഷ്വാൻ ആൻഡ് ആസ്ട്രോസൈറ്റ്, ഇതൊക്കെയാണ് എന്താ ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കണം, കാരണം എന്തായാലും ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ്. പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെ പിക്ചേഴ്സും പഠിച്ചു വെക്കാം കേട്ടോ. ഈ മുകളിലുള്ളതാണ് എപ്പൻഡൈമൽ സെൽ എന്ന് പറയുന്നത്. കണ്ടോ, ആ ഒരു പുല്ല് പോലെ ഇരിക്കുന്ന ആ ഭാഗം, അതാണ് എന്താ എപ്പൻഡൈമൽ സെൽ എന്ന് വിളിക്കുന്നത്. ഇനി ഇതുപോലെ യു ഷേപ്പിൽ കാണുന്നത്, യു ഷേപ്പിൽ ഇത് കണ്ടോ, ഇതുപോലെ പിങ്ക് വെച്ച് ഇതായിരിക്കുന്ന കണ്ടില്ലേ, അതിനെയാണ് ഷ്വാൻ സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇപ്പുറത്തെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നതിന് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്നാണ് പറയുന്നത്. വെറുതെ ഇങ്ങനെ നമ്മുടെ ചക്രത്തിൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്ന പോലെ ആസ്ട്രോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫിഗർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സാമ്യം അല്ലെങ്കിൽ സിമിലാരിറ്റി ഉള്ളതുമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. അതായത് എളുപ്പത്തിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഫിഗർ തന്നിട്ട് ഇത് ഏതൊക്കെ സെൽസുകളാണെന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. ഇനി ന്യൂറോഗ്ലിയൽ സെൽസിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവർ ഉദ്ദീപനങ്ങളെ ഒന്നും കടത്തിവിടുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജുകളൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ഇവരുടെ ജോലി? അതായത് നമ്മുടെ ന്യൂറോൺസിന് ആവശ്യമായിട്ടുള്ള നാഡീകോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണം, ന്യൂട്രീഷൻ കൊടുക്കുക എന്നതാണ് ആരുടെ ജോലി? ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ ആദ്യത്തെ ജോലി. അതുപോലെ തന്നെ എലിമിനേറ്റ് വേസ്റ്റ്, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ട് ആസ് എ ഡിഫൻസ് അല്ല, പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ന്യൂറോൺസിന് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു ന്യൂറോൺസ്. ന്യൂറോണുകൾക്ക് ഘടനാപരമായിരിക്കുന്ന താങ്ങ് നൽകുന്നത് ആരാണ്? ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ന്യൂറോൺസിന് ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ പോഷണം നൽകുന്നത് ആരാണ്? നമ്മുടെ ഈ പറയുന്ന ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്, അതുപോലെ ഡിഫൻസ് സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു ദ ന്യൂറോൺസ്. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ന്യൂറോഗ്ലിയൽ സെൽസ് ആണ്. ഇനി അതുപോലെ തന്നെ എന്താണ് അടുത്ത് വന്നിരിക്കുന്ന ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഷ്വാൻ കോശങ്ങളും മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ആവരണമായും നാഡീ ആവയവങ്ങളുടെ സംപ്രേഷണം സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും അതുപോലെ തന്നെ ഷ്വാൻ കോശങ്ങളും എന്താണ്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ആ ഒരു ആവരണം ഉണ്ടാക്കുന്നതിനും അതെന്തിനാണ് നമ്മുടെ ഈ പറയുന്ന ന്യൂറോൺസിനുള്ളിലൂടെയുള്ള ആവേഗങ്ങൾ സുഗമമായിട്ട് അതിൻ്റെ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ മൈലിൻ ഷീത്ത് എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാവുന്നത്. ഓൾറെഡി മിസ് പറഞ്ഞിരുന്നു. അതായത് ഈ ന്യൂറോണിൻ്റെ ചുറ്റും ഇതുപോലെ കൊഴുപ്പം വെച്ചുള്ളൊരു ആവരണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്താണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്നാണ് പറയുന്നത്. കണ്ടോ, ഇത് ശരിക്കും എന്താണ്? മൈലിൻ ഷീത്ത് ഇല്ലാത്തതാണ്. ഇത് കണ്ടോ, മൈലിൻ ഷീത്ത് ഉള്ളതാണ് കേട്ടോ. മൈലിൻ ഷീത്ത് ഇല്ലാത്തത്, മൈലിൻ ഷീത്ത് ഉള്ളത്. ആക്സോണിന് ചുറ്റും ഒരു കവറിങ് ഉണ്ടെങ്കിൽ അതെന്താണ്? മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകളായിരിക്കും കേട്ടോ. മലയാളം മീഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സെയിം തന്നെയാണ് പറയുന്നത്, മൈലിൻ ഷീത്ത് എന്നാണ്. അപ്പോൾ മൈലിൻ ഷീത്തിന് എന്താന്ന് പറയാം? അതായത് ചില ന്യൂറോണുകളുടെ ആക്സോണിനെ പൊതിഞ്ഞിട്ട് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ് നിങ്ങളുടെ ആക്സോൺ എന്ന് എഴുതിക്കുക. ഈ ആക്സോണിന് മിസ്സിന്റെ ഹെയർ കണ്ടോ, ഇത് കണ്ടോ, ചുറ്റി വെച്ചേക്കുക. ഇതാണ് മൈലിൻ ഷീത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ന്യൂറോണിന്റെ ഈ ആക്സോണിനെ പൊതിഞ്ഞിട്ട് ഒരു മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ആവരണമുണ്ട്. ഇത് നല്ല തിളക്കമുള്ള ഷൈനി വൈറ്റ് കളറുള്ള ഒരു കൊഴുപ്പ് കോശങ്ങളാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ മെയ്ഡപ്പ് ഓഫ് ഷൈനി വൈറ്റ് കോൾഡ് മൈലിൻ. അതായത് തിളക്കമുള്ള വെളുപ്പ് നിറമുള്ള മൈലിൻ എന്ന് പറയുന്ന കൊഴുപ്പ് കോശം കൊണ്ടിട്ടാണ് ഈ മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മസ്തിഷ്കത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിലായാലും മൈലിൻ ഷീത്തിനെ നിർമ്മിച്ചിരിക്കുന്നത് ആരാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങളാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഒളിഗോഡെൻഡ്രോസൈറ്റ്. മസ്തിഷ്കത്തിലും സുഷമനയിലും മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ആരാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ് കേട്ടോ. ഇനി
എന്താണ് നമ്മുടെ ഈ പറയുന്ന നാഡികളിലേക്ക്, അതായത് മറ്റു സ്ഥലങ്ങളിലേക്ക് മൈലിൻ ഷീത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഷ്വാൻ സെൽസ് ആണ്. ബ്രെയിനിലും നമ്മുടെ ഈ പറയുന്ന സ്പൈനൽ കോഡിലാണെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റുകളായിരിക്കും, മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ മൈലിൻ ഷീത്തിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഷ്വാൻ സെൽസ് ആണ് കേട്ടോ. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, കാര്യം വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും ആരാണ് ഈ മൈലിൻ ഷീത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ നാഡികളിൽ ആരാണെന്നുള്ളത്. അപ്പോൾ പേര് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി മൈലിൻ ഷീത്തിന്റെ ജോലി, അതായത് എന്തിനാണ് വെറുതെ ഈ ന്യൂറോണിനെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിലൂടെ പോകുന്ന ഇമ്പൾസിനെ, അതിന്റെ വേഗത വർദ്ധിപ്പിക്കുക, ടു ഇൻക്രീസ് സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ്. ഇതിലൂടെ, അതായത് ന്യൂറോണിലൂടെ പോകുന്ന അല്ലെങ്കിൽ ആക്സോണിലൂടെ പോകുന്ന മെസ്സേജിന്റെ സ്പീഡ് വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ആക്ട് ആസ് എ ഇൻസുലേറ്റർ. മൂന്നാമത് നമ്മുടെ ഈ പറയുന്ന ന്യൂറോൺസിന് ആവശ്യമായിട്ടുള്ള പോഷണങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഷോക്സിൽ നിന്ന് നമ്മുടെ ന്യൂറോൺസിനെ സംരക്ഷിക്കുന്നുണ്ട്. ഈ ഫിഗർ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇത് ചോദിച്ചിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുക, എന്താണോ ഒരു ഡൗട്ട് ഇല്ലാതെ എഴുതി വെക്കണം, മൈലിൻ ഷീത്ത് ആണ്. പിന്നീട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ എന്താണ്. അപ്പൊ എന്ത് എഴുതി വെക്കണം? സ്പീഡ്, ഇമ്പൾസിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നു, ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോൺസിന് ആവശ്യമായിട്ടുള്ള പോഷണങ്ങളെ നൽകുന്നു, അതുപോലെ എന്താണ് ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു. ഇവയൊക്കെയാണ് എന്താ മൈലിൻ ഷീത്തിന്റെ ജോലിയായിട്ട് വരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ഒന്നും മാറ്റാനില്ല. നിങ്ങൾ എന്തായാലും ഈ 4 ഫങ്ഷൻസ് പഠിക്കാം. ഇനി മൈലിൻ ഷീത്ത് പഠിക്കുമ്പോൾ ഒപ്പം പഠിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. ഈ മൈലിൻ ഷീത്തിന്റെ കളർ എന്താ പറഞ്ഞിരുന്നേ? ഓൾറെഡി പറഞ്ഞതാണോ, വൈറ്റ് നല്ല തിളക്കമുള്ള ഷൈനി ആയിരിക്കുന്ന കളറാണ്. അപ്പോൾ ഈ മൈലിൻ ഷീത്ത് പ്രസന്റ് ആയതിന് നമ്മൾ വൈറ്റ് മാറ്റർ എന്നും, മൈലിൻ ഷീത്ത് ആബ്സെന്റ് ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ടാവില്ല, അവയെ നമ്മൾ ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? മൈലിൻ ഷീത്ത് ഉള്ളതാണെങ്കിൽ അതിന് വൈറ്റ് കളറായിരിക്കും, ഇനി മൈലിൻ ഷീത്ത് ഇല്ലാത്തതാണെങ്കിൽ എന്താണ്? ഗ്രേ കളറിലായിട്ടും കാണുന്നത്. അപ്പോൾ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും നോട്ട് ചെയ്ത് വയ്ക്കുക. മൈലിൻ ഷീത്ത് ഉള്ളതിനെ, അതായത് നമ്മുടെ ബ്രെയിനായിട്ട് മൈലിൻ ഷീത്ത് ഉള്ളത് നമ്മുടെ ബ്രെയിനിൽ സ്പൈനൽ കോഡിലാണ്, മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തിന്റെ നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗത്ത് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. കാര്യം വൈറ്റ് കളർ ആയിരിക്കും. അതേസമയം എന്താണ് നമ്മുടെ ഈ പറയുന്ന കോശ ശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങളിലൊക്കെ എന്താണ് മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ ഭാഗത്തിന് നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആലോചിച്ച് വെച്ചാൽ മതി. ന്യൂറോണിൽ മൈലിൻ ഷീത്ത് പ്രസന്റ് ആണെങ്കിൽ അതെന്താ? വൈറ്റ് മാറ്റർ ആണ്. ഇനി ആബ്സെന്റ് ആണ്, വിത്തൗട്ട് മൈലിൻ ഷീത്ത് ആണെങ്കിൽ അത് ഗ്രേ മാറ്റർ ആണ് കേട്ടോ. സാധാരണ ചോദിക്കാറുണ്ട് വൈറ്റ് മാറ്ററിന്റെ ഗ്രേ മാറ്ററിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. കൂടുതലും നമ്മുടെ ഈ പറയുന്ന ബ്രെയിനിലും സ്പൈനൽ കോഡിലാണ് വൈറ്റ് മാറ്റർ കാണുന്നത് കേട്ടോ. ഇനി ഗാംഗ്ലിയ എന്ന് വെച്ചാൽ പുതുക്കെ ഈ വർഷം വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഒരു കൂട്ടം നാഡീകോശങ്ങൾ, അതായത് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആണ്. ഇവ കോശ ശരീരങ്ങളെ ആവരണം ചെയ്ത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതിനെയാണ് ഗാംഗ്ലിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. ദ സൈറ്റോൺ പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആർ കവേർഡ് ബൈ എ മെംബ്രെയിൻ. ദീസ് പാർട്ട് സീൻ ഇൻ ദ സ്പെറിക്കൽ ഷേപ്പ് ദാറ്റ് ഈസ് കോൾഡ് ഗാംഗ്ലിയ. അതായത് ഒരു കൂട്ടം നാഡീകോശങ്ങൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു സൈറ്റോൺസ് ഇല്ലേ, സൈറ്റോൺ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഈ ഒരു ഭാഗമില്ലടാ കോശ ശരീരം. ഓക്കെ, അതുപോലത്തെ ഒരു കൂട്ടം കോശ ശരീരങ്ങൾ എന്താണ് പൊതിഞ്ഞിങ്ങനെ വെച്ചിരിക്കുകയാണ്. അതൊരു സ്പെറിക്കൽ ഷേപ്പായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെയാണ് ഗാംഗ്ലിയ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതും നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങളത് കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ കേട്ടോ. ഇനി നമ്മുടെ ഈ പറയുന്ന മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മളിപ്പോൾ എന്താ ന്യൂറോൺസിനെ കുറിച്ച്, അടിസ്ഥാന ഘടകത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി മെയിൻ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ്, ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും അല്ലെങ്കിൽ സുഷുമ്നയും മസ്തിഷ്കവും ഉള്ള ആ ഒരു ഭാഗം, അതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 പെയർ ഓഫ് ക്രാനിയൽ നെർവ്, നമ്മുടെ തലയുടെ ഭാഗത്ത് 12 ജോഡി ക്രാനിയൽ നെർവ്സും, അതായത് ശിരോനാഡികളും, 12 ജോഡി ശിരോനാഡികളും, അതുപോലെ 31 ജോഡി സ്പൈനൽ നെർവ്, സുഷുമ്നാ നാഡികളും ചേർന്നതാണ് പെരിഫറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗം ആരാണ്? ബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഉണ്ട്. ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്. അതേസമയം പെരിഫറൽ ആരൊക്കെയാണ്? 12 പെയർ ഓഫ് ക്രാനിയൽ നെർവ്, 12 പെയർസ് ഓഫ് ക്രാനിയൽ നെർവ്സ്, അതായത് ശിരോനാഡികൾ കേട്ടോ. ശിരോനാഡികൾ എന്നാണ് പറയുന്നത്. 12 പെയർ ഓഫ് ക്രാനിയൽ നെർവ്സ്, അതുപോലെ 31 പെയർ ഓഫ് എന്താണ്? സ്പൈനൽ നെർവ്സ്, സുഷുമ്നാ നാഡികൾ. ഇവ ചേർന്നതാണ് എന്ത്? നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ ഉള്ളത്? ബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡ് ഉണ്ട്, മസ്തിഷ്കമുണ്ട്, സുഷുമ്നയുണ്ട്. ഇനി മറ്റേ ഭാഗത്ത് ആരാണ്? 12 പെയർ ഓഫ് ക്രാനിയൽ നെർവ്സ്, 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും കൂടി ചേർന്നാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് ബ്രെയിനിലെ മസ്തിഷ്കം, അതായത് മസ്തിഷ്കത്തിലെയും അതുപോലെ സ്പൈനൽ കോഡ്, സുഷുമ്നയിലേക്കും
മെയിൻ ടോപ്പിക്കിലേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇതാണ് ബ്രെയിൻ, ഇതാണ് എന്ത് നമ്മുടെ സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ കിടക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യം, ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നതായിക്കോട്ടെ, കേൾക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടെടുക്കുന്നതായിക്കോട്ടെ, എന്തെങ്കിലും രുചി അറിയുന്ന ഇതൊക്കെ അറിയുന്നത് നമ്മുടെ ബ്രെയിൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനെ കാര്യമായിട്ട് തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ഓൾറെഡി സ്കള്ളുണ്ട്, തലയോട്ടിയുണ്ട്. ഇനി തലയോട്ടീനെ കൂടാതെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മെനിഞ്ചസ് എന്ന് പറയുന്ന 3 ലെയർ 3 ലെയേർഡ് ആയിരിക്കുന്ന ഒരു ആവരണം കാണപ്പെടുന്നത്. ബ്രെയിൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്പൈനൽ കോഡിനെയും പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആർ കവേർഡ് ബൈ ദ 3 ലെയേർഡ് മെനിഞ്ചസ്. അതായത് മസ്തിഷ്കം ആയിക്കോട്ടെ, സുഷുമ്ന ആയിക്കോട്ടെ എന്നിവ പൊതിഞ്ഞുകൊണ്ട് 3 പാളുകളോട് കൂടിയിട്ടുള്ള ഒരു മെനിഞ്ചസ് കാണാൻ സാധിക്കും. ഓക്കെ, ഇതെന്താണ്? ഈ മെനിഞ്ചസിന് ആന്തരവാളികൾക്കിടയിൽ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലായിട്ടും കാണാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിന്റെ സെൻട്രൽ കനാലിനുമായിട്ടും കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് കാണാൻ പറ്റും, അതിനെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കേട്ടോ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, അതായത് നമ്മുടെ മെനിഞ്ചസിന്റെ ഇന്നർ ലെയറിന്റെയും അതുപോലെ തന്നെ തൊട്ട് മുമ്പിലുള്ള ലെയറിന്റെയും ഉള്ളിലായിട്ട് ഒരു ഫ്ലൂയിഡ് കാണാൻ പറ്റും. അതിന്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ എന്താണ് 3 ലെയർ ആയിരിക്കുന്നതാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മെനിഞ്ചസിന്റെ ഈ ലാസ്റ്റത്തെ ലെയറിന്റെയും ഈ ലെയറിന്റെയും ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് കാണാൻ പറ്റും, അതിനെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കേട്ടോ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അത് മാത്രമല്ല എന്താണ്, ഇത് നമ്മുടെ ഈ സ്പൈനൽ കോഡിലും അല്ലെങ്കിൽ സുഷുമ്നയിലും കാണാൻ സാധിക്കുന്നത് സെൻട്രൽ കനാലിലായിട്ടാണ് കാണപ്പെടുന്നത്. അതും എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫോർമേഷനായിട്ട് എന്താണ് നമ്മുടെ ഈ പറയുന്ന എപ്പൻഡൈമൽ, അതായത് എപ്പൻഡൈമൽ സെൽസ് സ്വാധീനിക്കുന്നുണ്ടല്ലോ, അതായത് അതിന് ഒരു റോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ചോദിക്കും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നത് ഏതാണെന്നുള്ളത്, ഏതാണ് എപ്പൻഡൈമൽ സെൽസ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷനിലേക്ക് അടക്കുകയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും അതൊക്കെ, അതായത് ടിഷ്യൂവിന് ആവശ്യമായിട്ടുള്ള, അതിപ്പോൾ ബ്രെയിനിലായിക്കോട്ടെ സ്പൈനൽ കോഡിലായിക്കോട്ടെ അവിടെയുള്ള കലകൾക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രീഷനും കൊടുക്കുന്നത് ആരാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ആ ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആവശ്യമായ ഓക്സിജനും കിട്ടില്ല, ന്യൂട്രീഷനും കിട്ടില്ല. അതുപോലെ എലിമിനേറ്റ് വേസ്റ്റ്, അവിടുത്തെ വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് ആരാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. റെഗുലേറ്റ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഷോക്സിൽ നിന്ന് പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതുമായിട്ട് തന്നെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്രെയിനിന്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ആദ്യത്തെ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഈ സെറിബ്രം നമ്മുടെ ഈ കാണുന്ന ഭാഗമുണ്ട് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രം എന്ന് പറയുന്നത് ഈ വലിയൊരു ഭാഗമാണ് സെറിബ്രം. സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ്, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഇതിന്റെ ഉൾഭാഗത്ത് എന്താണ്? വൈറ്റ് മാറ്ററും പുറത്ത് ഭാഗത്ത് എന്താണ്? ഗ്രേ മാറ്ററുമാണ് കാണപ്പെടുന്നത് കേട്ടോ. വൈറ്റ് മാറ്റർ എവിടെയാണ്? ഉള്ളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ബ്രെയിൻ എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എന്താണ്? വൈറ്റ് ആണ്. ഈ വൈറ്റ് ഭാഗത്തിനെ നമ്മൾ മെഡുല എന്നാണ് വിളിക്കുന്നത്. എന്താണ്? മെഡുല എന്നാണ്. പുറം ഭാഗത്തെ നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. കോർട്ടെക്സ് അവിടെ എന്താണ്? ഗ്രേ കളറാണ് കാണപ്പെടുന്നത്. എന്താണ്? ഗ്രേ കളറാണ് കാണപ്പെടുന്നത്. അതാണ് സെറിബ്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, സെറിബ്രം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ അല്ലെങ്കിൽ ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ക്വസ്റ്റ്യൻ കാണാറുണ്ട്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഏതാണ്? സെറിബ്രം ആണ്. സെറിബെല്ലം പഠിക്കാൻ വരുന്നുണ്ട്, അപ്പം മാറിപ്പോകരുത്. സെറിബ്രം ആണ് ഏറ്റവും വലിയ ഭാഗം. ഇതിന്റെ ഉൾഭാഗത്തിനെ നമ്മൾ മെഡുല എന്നും പുറം ഭാഗത്തിനെ കോർട്ടെക്സ് എന്നും വിളിക്കുന്നു. ഉൾഭാഗം വൈറ്റ് കളറും പുറം ഭാഗം ഗ്രേ കളറുമായിട്ട് കാണപ്പെടുന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോബ്ലം സോൾവിംഗ്, പ്ലാനിങ് ആൻഡ് വോളണ്ടറി മൂവ്മെന്റ്സ്. അതായത് പ്രശ്നപരിഹാരത്തിന് അതുപോലെ ആസൂത്രണത്തിന്, ഐച്ഛിക ചലനങ്ങൾ എന്നിവയ്ക്കൊക്കെ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രമാണ്. ഐച്ഛിക അല്ലെങ്കിൽ എന്താണ് വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നത്. അതായത് ഇപ്പം എൻ്റെ കൈ ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ലേ, അതെൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ ഞാൻ ഈ പേന എടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ചോറ് തിന്നുന്നു, അതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റിനെ വോളണ്ടറി മൂവ്മെന്റ് അല്ലെങ്കിൽ ഐച്ഛിക ചലനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ നമ്മളുടെ കൺട്രോളിലല്ലാത്ത കുറച്ച് ചലനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ഹാർട്ട് ബീറ്റ്. ഞാൻ പറയുന്നതാണ്, കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ഹാർട്ട് ബീറ്റ്സ് അടിക്കണ്ട, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് അനങ്ങാതിരിക്കും. ഇല്ല, നമ്മളുടെ കൺട്രോളിലല്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതാണ് ഒരു ഇത്ര നേരം ഫുള്ള് നമ്മൾ ബ്രീത്ത് ചെയ്താണ്, കുറച്ച് നേരം ബ്രീത്ത് ചെയ്യണ്ട എന്ന് വെച്ചാൽ നടക്കോ? ഇല്ല. നമ്മളുടെ കൺട്രോളിലല്ലാത്തതിനെ നമ്മൾ അനൈച്ഛിക അല്ലെങ്കിൽ ഇൻവോളണ്ടറി എന്നാണ് പറയുന്നത്. നമ്മളുടെ കൺട്രോളിലുള്ളതിനെ വോളണ്ടറി. അപ്പം നമ്മുടെ കൺട്രോളിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? സെറിബ്രമാണ്. ഇനി അതുപോലെ തന്നെ ദ സെൻറ്റർ ഓഫ് മെമ്മറി, ഇൻ്റലിജൻസ്, തിങ്കിങ്, ഇമാജിനേഷൻ. അതായത് ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഇമാജിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, അതായത് മനസ്സ് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ട്, ആരാണ് കാരണം? നമ്മുടെ സെറിബ്രമാണ് നമ്മുടെ ഇമാജിനേഷൻ വേൾഡിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ നമ്മുടെ ഓർമ്മ, ചിലവർ പറയില്ല എനിക്ക് ഓർമ്മക്കുറവാണ്, നമ്മുടെ സെറിബ്രം കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക്
നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത്. അതുപോലെ ഇന്റലിജൻസ്, നമ്മുടെ ഈ പറയുന്ന ബുദ്ധി, നമ്മൾ പറയില്ല അവ ഭയങ്കര ബുദ്ധിയാണ്, അതൊക്കെ എന്താണ് ഈ സെറിബ്രത്തിന് എഫിഷ്യൻ്റ് ആയവരാണ് അത്രയും ബ്രില്യൻ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സെറിബ്രമൊക്കെ ഒരുപോലെയാണ്, നമ്മളത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. അതായത് എക്സാമിൻ്റെ തലേദിവസം വരെ ഒന്നും പഠിക്കാതെ തലേദിവസം ബുക്ക് എടുത്തിട്ട് അയ്യോ അവന് ആ ക്ലാസ്സിൽ എന്തൊരു മാർക്കം മേടിക്കണം, അവന് ദൈവം ജനിച്ചപ്പോൾ തന്നെ ബുദ്ധി കൊടുത്തു, അതുകൊണ്ടല്ലടാ അവൻ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ല തലേ ദിവസം നമ്മൾ നോട്ട് എടുത്ത് അല്ലെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് മറച്ചു വയ്ക്കാൻ നമുക്ക് എല്ലാം കിളിപോയൊരു അവസ്ഥയായിരിക്കുള്ളൂ. അപ്പോൾ സെറിബ്രത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതിനെ എഫിഷ്യൻ്റ് ആക്കണം, നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കാറുണ്ട് നമ്മുടെ സെന്റർ ഓഫ് മെമ്മറി അല്ലെങ്കിൽ ഇന്റലിജൻസ്, തിങ്കിങ്, ഇമാജിനേഷൻ അതൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രോ. അതുപോലെ പ്രൊവൈഡ് വേരിയസ് സെൻസർ എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ എന്നെ കാണുന്നതായിക്കോട്ടെ, കേൾക്കുന്നതായിക്കോട്ടെ, രുചി അറിയുന്നതായിക്കോട്ടെ, ടച്ച് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ പറയുന്ന സെറിബ്രമാണ്. അടുത്തതാണ് സെറിബലം, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബലം. നോട്ട് ചെയ്ത് വെച്ചാൽ മാറിപ്പോകട്ടെ, ചില ആൾക്കാർ വലിയ ഭാഗം ഏതെന്ന് നോക്കുമ്പോൾ സെറിബലത്തിന്റെ പേര് ഇത് വലിയ ഭാഗമല്ല, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് കേട്ടോ. രണ്ടാമത്തെ ഭാഗമാണ് സെറിബലം എന്ന് പറയുന്നത്. നമ്മുടെ സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ സെറിബലത്തിനെ കാണപ്പെടുന്നത്. ഇനി ഇവരുടെ ജോലി എന്ന് വെച്ചാൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, അതായത് നമ്മുടെ ഈ പറയുന്ന ശരീരത്തിന്റെ തുലനാവസ്ഥ, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നമ്മൾ തലയിറങ്ങി പോലെ ഇങ്ങനെ പോകുന്നില്ലല്ലോ, നമ്മൾ കറക്റ്റ് ആയിട്ട് നേരെ തന്നെയല്ലേ നിൽക്കുന്നത്, അതിന് സഹായിക്കുന്ന ആളാണ് നമ്മുടെ സെറിബലം എന്ന് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ കോർഡിനേറ്റിംഗ് മസ്കുലർ ആക്ടിവിറ്റി, നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആര് തന്നെയാണ്? സെറിബെല്ലം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് തലാമസ്. തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും ഉള്ളിൽ കാണുന്ന ഇന്നർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്, മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്താണ് കാണപ്പെടുന്നത്. ഇതിന്റെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള മെസ്സേജുകൾക്കുമുള്ള പുനഃപ്രസരണ കേന്ദ്രം, ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ. എവിടെ നിന്ന് സെറിബ്രത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിലും അവിടെ നിന്ന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ സ്റ്റേഷനിൽ ഇറങ്ങണം. തലാമസ് എന്ന് പറയുന്നത് എന്താ? സെറിബ്രത്തിലേക്ക് പോകാനും അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള മെസ്സേജുകൾക്കുള്ള ഒരു റിലേ സ്റ്റേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ പെയിൻ കില്ലേഴ്സ് ആക്ട് ഓൺ ദിസ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, അതായത് നമ്മുടെ പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? തലാമസിലാണ്. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ബ്രെയിനിന്റെ ഏത് ഭാഗത്താണ്? ഒരു ഡൗട്ടും ഇല്ലാതെ എഴുതി വെക്കണം, തലാമസ് എന്ന്. ഇനി ഹൈപ്പോതലാമസ്, ഈ തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ചെറിയ ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് വെച്ചാൽ. പുള്ളിക്കാരന്റെ ജോലി എന്ന് വെച്ചാൽ ഹോമിയോസ്റ്റാസിസ്, അതായത് ആന്തര സമസ്ഥിതി പരിപാലിക്കുകയാണ്. മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഹങ്കർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് ദാഹമായിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? തലാമസ് ആണ്, ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. അതുപോലെ മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതി പരിപാലിക്കുന്ന ആളാണ് നമ്മുടെ ഹൈപ്പോതലാമസ്. അടുത്തതാണ് ബ്രെയിൻ സ്റ്റെം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാര്യം ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, ഈ വർഷം പുതിയതായിട്ട് ഇട്ട ടോപ്പിക് ആയതുകൊണ്ട് ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെ ബന്ധിപ്പിക്കുന്ന മസ്തിഷ്കത്തിന്റെ ലോവർ പാർട്ട്, അതായത് ബ്രെയിനിന്റെ ഏറ്റവും താഴത്തെ ഭാഗവും നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സുഷമനയായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. സുഷമനയും നാഡിയുമായി മസ്തിഷ്കത്തിന്റെ അടിഭാഗമാണ് കേട്ടോ, അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ്. അത് എന്തിനെ കണക്ട് ചെയ്യുന്നുണ്ട്? സ്പൈനൽ കോഡായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളാണ് വരുന്നത്. മിഡ് ബ്രെയിൻ വരുന്നുണ്ട്, പോൺസ് വരുന്നുണ്ട്, അതുപോലെ മിഡിൽ ഒബ്ലാങ്കേറ്റ വരുന്നുണ്ട്. മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മിഡിൽ ഒബ്ലാങ്കേറ്റ ഉണ്ട്. മിഡ് ബ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമാണ്, ഓൾറെഡി അറിയാലോ, ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമാണ് നമ്മുടെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മസ്തിഷ്കത്തിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ബന്ധിപ്പിക്കുന്നത് ആരാണ്? മിഡ് ബ്രെയിൻ ആണ് കേട്ടോ. മസ്തിഷ്കത്തിന്റെ ഫ്രണ്ടിലത്തെ ഭാഗത്തിനെയും ഫോർ ബ്രെയിനെയും ഹിൻ ബ്രെയിനെയും കണക്ട് ഫോർ ബ്രെയിൻ ആൻഡ് ഹിൻഡ് ബ്രെയിൻ, അതായത് മുൻഭാഗത്തെയും പിൻഭാഗത്തെയും നമ്മൾ ബന്ധിപ്പിക്കുന്നത് മിഡ് ബ്രെയിൻ ആണ്. നമ്മുടെ കാഴ്ച, കേൾവി എന്നിവയുമായിട്ടുള്ള ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ഫസ്റ്റ് ഇനിഷ്യൽ അസസ്മെന്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതായത് നമ്മുടെ സെറിബ്രത്തിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒരു അസസ്മെന്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മിഡ് ബ്രെയിൻ ആണ്. അതുപോലെ കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനം, നമ്മൾ കണ്ണും വെച്ച് പല കഥകളും പറയാറില്ലേ, അപ്പോൾ ആ കണ്ണിന്റെ മൂവ്മെന്റ്, അതുപോലെ പിരികത്തിന്റെ മൂവ്മെന്റ്, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മിഡ് ബ്രെയിൻ ആണ്. അപ്പോൾ കണ്ണിന്റെയും അതുപോലെ തന്നെ ഐബ്രോസിന്റെയും മൂവ്മെന്റ് ചെയ്യുന്നത് ഏത് ബ്രെയിനിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താം? മിഡ് ബ്രെയിൻ ആയിട്ട്. ഇനി പോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഏറ്റവും പിൻഭാഗത്ത് മിഡിൽ ഒബ്ലാങ്കേറ്റയുടെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന എന്താണ്? നമ്മുടെ ഇതിന്റെ മിഡിൽ പോർഷൻ അല്ലെങ്കിൽ മിഡ് ബ്രെയിൻ ആണ് എന്ത്? പോൺസ് എന്ന് പറയുന്നത് കേട്ടോ. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നു. അതായത് മസ്തിഷ്കത്തിന്റെ പിൻഭാഗത്തും മിഡിൽ ഒബ്ലാങ്കേറ്റയുടെ തൊട്ട് മുകളിലായിട്ടും അതേസമയം നമ്മുടെ ബ്രെയിനിന്റെ മിഡ് പോർഷനിലും കാണപ്പെടുന്നതാണ് പോൺസ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? കണ്ണിലെയും അതുപോലെ മുഖത്തെയും, നമ്മൾ ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു പേശി പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല, അല്ല വർത്താനം പറയുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്താണ്? മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയാണ് പോൺസ് ചെയ്യുന്നത്. ഇനി അതുപോലെ നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കും. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിനിടയ്ക്കൊക്കെ
എന്താണ് ശ്വാസം വലിക്കുന്നത്, അതിനൊരു റേറ്റ് ഉണ്ട്, ആ വെന്റിലേഷൻ, ആ റേറ്റ് ഉണ്ട്, അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പോൺസ് ആണ് കേട്ടോ. ഇനി മെയിൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടും, ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. പോൺസിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ മധ്യഭാഗത്തിനെയും നമ്മുടെ ഈ പറയുന്ന സ്പൈനൽ കോഡായിട്ട് കണക്ട് ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. പുള്ളിക്കാരന്റെ ജോലി ഇൻവോളണ്ടറി ആക്ടിവിറ്റി. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞത് എന്താണ് ഇൻവോളണ്ടറി ആക്ടിവിറ്റി അല്ല ഇൻവോളണ്ടറി മൂവ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ കൺട്രോളിലല്ലാത്ത മൂവ്മെന്റ്സിനെയാണ് ഇൻവോളണ്ടറി. അതായത് എന്തൊക്കെയാണ്? ഹാർട്ട് ബീറ്റ്സ് വരുന്നുണ്ട്, വെന്റിലേഷൻ, ശ്വാസം എടുക്കുന്ന വരുന്നുണ്ട്, വൊമിറ്റിംഗ് നമ്മൾ വിചാരിക്കണം നമുക്ക് ഇപ്പൊ ഛർദ്ദിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഛർദ്ദിക്കാം എന്ന് പറഞ്ഞാൽ നിൽക്കോ? ഇല്ല, നമ്മളുടെ കൺട്രോളിലല്ല. അത്തരം മൂവ്മെന്റ്സ് ആണ് എന്ത്? ഈ പറയുന്ന ഇൻവോളണ്ടറി ആക്ടിവിറ്റി. വൊമിറ്റിംഗ്, കഫ്, സ്നീസിങ്, തുമ്മലൊക്കെ എന്താണ്? നമ്മളുടെ കൺട്രോളിലല്ലടാ, അത് നമ്മുടെ ഈ ബ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അത് മെഡുല ഒബ്ലോങ്കേറ്റയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദ്ദി, അതുപോലെ തുമ്മൽ തുടങ്ങിയ ഇൻവോളണ്ടറി അല്ലെങ്കിൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. അതുകൊണ്ട് തന്നെ മെഡുല ഒബ്ലോങ്കേറ്റ അടികൊണ്ടാൽ നമ്മൾ ചത്തുപോകും. കാര്യം അതെന്താ? നമ്മുടെ ഹാർട്ട് ബീറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ വെന്റിലേഷൻ, ശ്വാസോച്ഛ്വാസത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് തമാശക്കാണെങ്കിൽ പോലും ആരുടെയും തലയിൽ ഒന്നും ഇടിക്കാതിരിക്കുക, തിരിച്ച് നമ്മുടെ തലയിലും കൊള്ളാതിരിക്കാനായിട്ട് നമ്മൾ നോക്കുക. കാരണം നമ്മുടെ ഭാഗങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് കടമയാണ്. അപ്പൊ അത് തന്നെ ഒരു ബോക്സിലാക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ചോദിക്കുന്നതാണ്, ഹൗ ഡു സ്മോക്കിംഗ്, കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് അഫക്ട് ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ? അത് പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നമ്മുടെ ഈ പറയുന്ന ബ്രെയിനിന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിനെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ ബാധിക്കും മക്കളെ? ന്യൂറോ ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒന്നാമത് അറിയാം, നമ്മുടെ ബ്രെയിന് മാത്രമല്ല, പുകവലി ആയാലും മദ്യപാനം ആയാലും മയക്കുമരുന്നായാലും നമ്മുടെ എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്നുണ്ട്. ബ്രെയിനിൽ എന്താണ്? ന്യൂറോ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അൽഷിമേഴ്സ് എന്ന് പറയുന്ന, അറിയാലോ, മറന്നു പോകുന്ന ആ ഒരു സംഭവം, അതായത് ന്യൂറോ ഡീജനറേറ്റീവ് ആയിരിക്കുന്ന കുറേ അതിനകത്ത് ഒന്നാണ് അൽഷിമേഴ്സും പാർക്കിൻസൺ. അതൊക്കെ മറന്നു പോകും. പാർക്കിൻസൺ എന്ന് പറയുമ്പോൾ കയ്യിലൊക്കെ എപ്പോഴും ഇങ്ങനെ വിറവല്, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒന്നും വരില്ല. അതായത് കറക്റ്റായി തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുക, ശ്രദ്ധ, അവയൊക്കെ എന്താണ് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അല്ല ഡിമെൻഷ്യക്ക് കാരണമായിരിക്കുന്ന അപകടഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ അൽഷിമേഴ്സ് പോലുള്ള ഒരു മറ്റൊരു അസുഖം കേട്ടോ. അതുപോലെ തന്നെ പുകവലി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മസ്തിഷ്കത്തിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ കറക്റ്റായിട്ട് എത്തുന്നില്ല. അതുപോലെ പുകവലിയുടെ അഡിക്ഷൻ നമ്മുടെ ബ്രെയിനിൽ വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സ്ട്രോക്ക്, ഇൻക്രീസ് റിസ്ക് ഓഫ് സ്ട്രോക്ക്, അതായത് പക്ഷാഘാതത്തിന് എന്താണ് കാരണമാകുന്നുണ്ട്. പക്ഷാഘാതത്തിന് ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്ന ബ്രെയിനിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ സെൻട്രൽ നെർവസിന്റെ പ്രധാന ഭാഗങ്ങളാണ്, ഒന്ന് ബ്രെയിനും രണ്ടാമത് സ്പൈനൽ കോഡ് എന്ന്. അപ്പോൾ സ്പൈനൽ കോഡാണ് ഈ മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായിട്ട് വരുന്ന, നമ്മൾ ഓൾറെഡി ഫിഗർ കാണിച്ചാൽ ആ തുടർച്ചയായിട്ട് വരുന്ന ഭാഗത്തിനെയാണ് എന്താ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശങ്ങളെ നേരെ ബ്രെയിനിൽ എത്തിക്കുകയും അതുപോലെ ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജുകളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ജോലിയാണ് ആർക്കുള്ളത്? നമ്മുടെ സ്പൈനൽ കോഡിലുള്ളത്. അപ്പൊ സ്പൈനൽ കോഡിന്റെ ഭാഗം എന്ന് പറയുന്നത് ഓക്കെ, 2 റൂട്ട് കാണാൻ പറ്റും. 2 റൂട്ട്, ഒന്ന് ഡോർസൽ റൂട്ട്, മറ്റൊന്ന് വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഈ പറയുന്ന ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജിനെ കൊണ്ടുവരുന്ന ആ ഒരു ഭാഗമാണ് ഡോർസൽ റൂട്ട് എന്ന് വെച്ചാൽ. വെൻട്രൽ റൂട്ട് എന്തായിരിക്കും? നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജിനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് വെൻട്രൽ റൂട്ട് എന്ന് വെച്ചാൽ. അപ്പൊ മാറിപ്പോകരുത് കേട്ടോ. ഡോർസൽ കൊണ്ടുവരുന്നത്, മറ്റേതെന്നാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്ത് മെസ്സേജ് കേട്ടോ. പിന്നെ നടുക്കൊരു ഹോള് കാണാൻ പറ്റും, അതാണ് എന്ത്? നടുക്കൊരു സെൻട്രൽ കനാലാണ്. അവിടെയാണ് എന്ത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത് കേട്ടോ. സെൻട്രൽ കനാൽ കാണാൻ പറ്റും, അവിടെ എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രെയിനിന്റെ കേസ് പറഞ്ഞപ്പോൾ ബ്രെയിനിന്റെ അകംഭാഗം വൈറ്റ് മാറ്ററും പുറം ഭാഗം ഗ്രേ മാറ്ററും ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അകത്ത് ഗ്രേ മാറ്ററും പുറത്താണ് വൈറ്റ് മാറ്റർ, നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ നോട്ട് ചെയ്ത് വെക്കുക. സെൻട്രൽ കനാൽ നോട്ട് ചെയ്യുക. സെൻട്രൽ കനാലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ഏതാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതുപോലെ തന്നെ എന്താ? ഡോർസൽ റൂട്ട് എന്താണ്? അകത്തേക്ക് മെസ്സേജിനെ കൊണ്ടുപോകുന്നത്. ഇനി തിരിച്ച് സ്പൈനൽ കോഡിൽ നിന്ന് വിവിധ ശരീരത്തിന്റെ ബോഡി പാർട്സിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് വെൻട്രൽ റൂട്ട്. ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി എന്താണ് ട്രാൻസ്മിഷൻ? അതായത് നമ്മൾ ഈ പറഞ്ഞിരുന്ന ന്യൂറോൺസിലൂടെയൊക്കെ മെസ്സേജ് ഇങ്ങനെ കടന്ന് ബ്രെയിനിലും അതുപോലെ സ്പൈനൽ കോഡിലും എത്തുന്നത്. അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് ഫസ്റ്റ് ഈ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺസിൽ എന്താണ്? ഇലക്ട്രിക്കൽ ചാർജസ് ആയിട്ടാണ് പോകുന്നത്. ഇലക്ട്രിക്കൽ ചാർജസിനായിട്ട് ഉൾഭാഗത്ത് നെഗറ്റീവ് ചാർജും പുറം ഭാഗത്ത്, അതായത് ഇതാണെങ്കിൽ ഉൾഭാഗത്ത് എന്താണ്? നെഗറ്റീവ് ചാർജും പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജും ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഉൾഭാഗത്ത് എന്താണ്? നെഗറ്റീവ് ചാർജും പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജ്. ഇനി എന്തെങ്കിലും സ്റ്റിമുലേ വരുമ്പോൾ അല്ലെങ്കിൽ ഉദ്ദീപനം വരുന്ന സമയത്ത് ഈ ഭാഗത്തെ അയേൺസിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, അത് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് പുറം ഭാഗത്തെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? അകത്തേക്ക് കിടക്കുന്നു. ഇവിടെ പോസിറ്റീവ് ആകും, ഇവിടുത്തെ അത് നെഗറ്റീവായിട്ട് മാറും.
ഓക്കെ, അങ്ങനെയാണ്. അതായത് എന്തെങ്കിലും സ്റ്റിമുലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദീപനം വരുന്ന സമയത്ത് ഈ അയോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അതായത് പുറം ഭാഗത്തെ പോസിറ്റീവ്സ് അകത്തേക്ക് വരികയും അകത്തെ പോസിറ്റീവ് ചാർജ് അകത്തെ നെഗറ്റീവ് ചാർജ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ഈ പറയുന്ന സെൽ മെംബ്രെയിൻ ഇതുപോലെ സ്റ്റിമുലേഷൻ സംഭവിച്ച് പുറത്ത് ഉള്ള പോസിറ്റീവ് ചാർജ് അയണുകൾ കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അതുമൂലം എന്താണ് അവിടെ ചാർജിൽ വ്യത്യാസം ഉണ്ടാകുന്നത്, അത് തൊട്ടടുത്ത ചാർജിലേക്ക് മാറുന്നു. അങ്ങനെ കൈമാറിയിട്ടാണ് എന്താ ഈ പറയുന്ന ആ ഒരു ഇമ്പൾസിന്റെ പ്രസരണം അല്ലെങ്കിൽ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, ചാർജ് വ്യതിയാനം തൊട്ടടുത്തുള്ള അതിലേക്ക് അതായത് ഉത്തേജിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവഴി ഈ പറയുന്ന ഇമ്പൾസ് എന്താണ് പ്രവാഹമായിട്ട് സന്ദേശങ്ങളായിട്ട് പ്രവഹിച്ചു പോകുന്നു. അങ്ങനെയാണ് എന്ത് ചാർജിൽ വ്യത്യാസങ്ങൾ കാണുക. അപ്പം നിങ്ങൾ ഈ ഒരു ഫിഗർ പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് എന്താണ് പോസിറ്റീവ് പുറത്താണ്, അകത്ത് നെഗറ്റീവ് ആണ്. ഓക്കെ, അതിനുശേഷം എന്തെങ്കിലും സ്റ്റിമുലേഷൻ വരുമ്പോൾ പുറത്തെ പോസിറ്റീവ് ചാർജ് അകത്തേക്ക് കടക്കുന്നു, അകത്തെ പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് പോകുന്നു. ഇതെന്ത് ചെയ്യുന്നു തൊട്ടടുത്തുള്ളതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയാണ് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രസരണം നടക്കുന്നത്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഈ പടം പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾക്ക്. അപ്പോൾ ഓൺവേർഡ്സ് എന്തായാലും എഴുതാൻ പറ്റും. ഇനി ഓൺവേർഡ്സ് എഴുതാൻ പറ്റാത്ത കുട്ടികൾ ഈ ഒരു പടം വരച്ചു വെച്ചാലും മതി കേട്ടോ. ആ നെഗറ്റീവ് എവിടെയാണ് പോസിറ്റീവ് എവിടെയാണ്, സ്റ്റിമുലേഷൻ വരുമ്പോൾ ആ പോസിറ്റീവ് നെഗറ്റീവും എക്സ്ചേഞ്ച് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഇത്രയും കാര്യം നോട്ട് ചെയ്താൽ തന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഈ പടം വരച്ചു വെച്ചാൽ തന്നെ 1.5 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ എന്താണ് മൈലിംഗ് ഷീത്ത് കേട്ടോ. ഇത് മൈലിംഗ് ഷീത്ത് ഇല്ലാത്തതാണ്, ഇത് മൈലിംഗ് ഷീത്ത് ഉള്ളതാണ് കേട്ടോ. മനസ്സിലായില്ലേ? മൈലിംഗ് ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസും മൈലിംഗ് ഷീത്ത് ഉള്ള ന്യൂറോൺസിന്റെ ആ ഡിഫറൻസിന് വേണ്ടി മിസ് ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇനി സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ന്യൂറോൺസ്, അതായത് ഇവിടെ ഒരു ന്യൂറോൺ ഉണ്ട്, ഇവിടെ ഒരു ന്യൂറോൺ ഉണ്ട്. കളർ മാറ്റാം കേട്ടോ. ഇവിടെ ഒരു 2 ന്യൂറോൺസിന്റെ ഇടയിലുള്ള ആ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്താ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. 2 ന്യൂറോൺസുകൾ തമ്മിലുള്ള ആ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്താ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ 2 എണ്ണത്തിന്റെ ഇടയിലായിട്ട് ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഇതിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇനി നമ്മൾ പറഞ്ഞിരുന്ന ഇമ്പൾസ് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഡെൻഡ്രൈറ്റ് വഴി, ഡെൻഡ്രോൺ വഴി, സെൽ ബോഡി വഴി, ആക്സോൺ വഴി, ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിൽ വന്ന് നിൽക്കുന്നു. ഈ സിനാപ്റ്റിക് നോബിൽ എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അവിടെ വെച്ചിട്ട് ഈ പറയുന്ന സിനാപ്റ്റിക് നോബ് എന്താണ് തൊട്ടപ്പുറത്തിലേക്ക് ഇമ്പൾസ് ആയിട്ടല്ല, അല്ല ആവേഗങ്ങളായിട്ടല്ല, അല്ലെ വൈദ്യുത ചാർജ് ആയിട്ടല്ല പാസ് ചെയ്യുന്നത്, മറിച്ച് എന്താണ് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നു. ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ഡെൻഡ്രൈറ്റിൽ എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. തൊട്ടപ്പുറത്തുള്ള ന്യൂറോൺസിലെ ഡെൻഡ്രൈറ്റിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. പിന്നീട് എന്താണ് സ്വീകരിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇത് എന്താണ് ഇമ്പൾസ് ആയിട്ട് അല്ലെ ആവേഗങ്ങളായിട്ട് വീണ്ടും പോകുന്നു. വീണ്ടും ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തേക്ക് ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ തൊട്ടപ്പുറത്തെ ഡെൻഡ്രൈറ്റ് അത് സ്വീകരിക്കുന്നു. വീണ്ടും അത് ഇമ്പൾസ് ആയിട്ട് പാസ് ചെയ്തു പോകുന്നു. ന്യൂറോൺസിലൂടെ ഇമ്പൾസ് ആയിട്ട് പാസ് ചെയ്യും. പക്ഷെ ആ ഒരു ഗ്യാപ്പ് സിനാപ്സിന്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം. 2 ന്യൂറോൺസുകൾ തമ്മിലുള്ള ആ ഒരു ജംഗ്ഷനെ എന്ത് വിളിക്കുന്നു? സിനാപ്സ് എന്ന് വിളിക്കുന്നു. 2 ന്യൂറോൺസുകൾ തമ്മിലുള്ള ജംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്രാൻഡുലർ സെൽസും തമ്മിലുള്ള ജംഗ്ഷൻ ആവും. അതിനൊക്കെ എന്താണ്? സിനാപ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ 2 ന്യൂറോണുകളുടെ കേസാണ് പറയുന്നത്. 2 ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷനെ സിനാപ്സ് എന്ന് വിളിക്കുന്നു. അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണുള്ളത്? സിനാപ്റ്റിക് നോബിൽ എന്താണുള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റർ ആണുള്ളത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഈ ഒരു ഇതിലൂടെ ഇങ്ങനെ ഇമ്പൾസ് പാസ് ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ഇവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് പുറത്തേക്ക് വിടുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കാനായിട്ട് ഡെൻഡ്രൈറ്റ് ഉണ്ട്. ഡെൻഡ്രൈറ്റിലൂടെ പിന്നെന്താണ് അത് ആവേഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഇമ്പൾസ് ആയിട്ട് പോകുന്നു. വീണ്ടും സിനാപ്റ്റിക് നോബിലെത്തുന്നു. സിനാപ്റ്റിക് നോബിലെത്തി കഴിയുമ്പോൾ വീണ്ടും അത് എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് വിടുന്നു. പിന്നെ അടുത്ത ന്യൂറോൺസിലേക്ക് ഇതുപോലെ ഇമ്പൾസ് ആയിട്ട് പോകുന്നു. അപ്പൊ ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററെ സ്വീകരിക്കുന്ന തൊട്ടപ്പുറത്തുള്ള ആ ഒരു ന്യൂറോൺസിലെ ഡെൻഡ്രൈറ്റിനെ അവിടെ ഒരു റിസപ്റ്റർ ഉണ്ടല്ലോ, അതിനെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സിനാപ്സ് എന്താണെന്ന് ചോദിക്കും, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്താണെന്ന് ചോദിക്കും, ന്യൂറോ ട്രാൻസ്മിറ്റർ അതായത് സിനാപ്റ്റിക് നോബിലുള്ള ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ചും ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കാം. അത് ഓൾറെഡി മലയാളം മീഡിയം അത് തന്നെയാണ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റിനെ സിനാപ്റ്റിക് വിടവ് എന്നാണ് പറയുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് തന്നെയാണ് സിനാപ്സ് കേട്ടോ. 2 ന്യൂറോൺസുകൾ തമ്മിലുള്ള ജംഗ്ഷൻ കൊണ്ടാ 2 ന്യൂറോൺസുകൾ തമ്മിലുള്ള ജംഗ്ഷനാണ്. ഇനി ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞതാണ്. ഇനി എന്താണ്? ഇനി നമ്മുടെ നിയോ കോട്ടക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമൽസ് അതായത് സസ്തനികളുടെ ബ്രെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സെറിബ്രൽ കോട്ടക്സ് 6 ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെയാണ് നിയോ കോട്ടക്സ് എന്ന് വിളിക്കുന്നത്. അതായത് സസ്തനികളുടെ മസ്തിഷ്കത്തിലെ സെറിബ്രൽ കോട്ടക്സ് 6 അടുക്കുകൾ പോലെയുള്ള നവീന മസ്തിഷ്കം എന്ന സങ്കീർണ്ണ ഘടനയായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. ഈ നവീന മസ്തിഷ്കം എന്ന് വെച്ചാൽ നിയോ കോർട്ടക്സ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് എന്ത് നിയോ കോട്ടക്സ് എന്ന് പറഞ്ഞാൽ. സാധാരണ ഇറ്റ് ഈസ് മോർ ഡെവലപ്ഡ് ഇൻ ദ ഹ്യൂമൻസ് ആസ് എ കമ്പയർഡ് ടു
അതർ മാമൽസ്. മറ്റ് സസ്തനികളെ വെച്ച് നോക്കുമ്പോൾ അല്ല മറ്റ് മാമൽസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഹ്യൂമൻ ബീങ്സിനെയാണ് ഇത്തിരി കൂടെ ഡെവലപ്ഡ് ആയിട്ടിരിക്കുന്നത്. ഹ്യൂമൻ നിയോകോർട്ടെക്സ് കണ്ടെയ്ൻ അപ്രോക്സിമേറ്റ്ലി 16 ബില്യൺ ന്യൂറോൺസ്. അതായത് മനുഷ്യന്റെ ഈ പറയുന്ന നവീന മസ്തിഷ്കത്തിൽ എന്താണ് 16 ബില്യൺ ന്യൂറോൺസുകൾ കാണാൻ പറ്റും. അവയെ ഓരോന്നിലുമായിട്ട് 7000 സിനാപ്സുകളെയും കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ തിങ്ക് ചെയ്യുക, ഡിസിഷൻ മേക്ക് ചെയ്യുക, അതുപോലെ എന്താണ് ലേണിംഗ്, അത് റീകോളിംഗ്, ഓർത്തെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ നിയോകോർട്ടെക്സിലൂടെയുള്ള സിനാപ്സുകൾ വഴിയിട്ടാണ് സാധ്യമാവുന്നത്. അതുമാത്രമല്ല നമ്മളൊരു പുതിയ കാര്യം പഠിക്കുന്നു, ഓക്കെ, നമ്മളൊരു പുതിയ കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആ സമയത്ത് എന്താണ് ഇതിനകത്ത് സിനാപ്സുകൾ ഇൻക്രീസ് ചെയ്യുകയും അത് കൂടുതൽ നമ്മുടെ ഈ പറയുന്ന നിയോകോർട്ടെക്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ പുതിയ ടോപ്പിക്കാണ് കേൾക്കുന്നത്, അല്ല പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്, അല്ല പുതിയ കാര്യമാണ് എക്സ്പീരിയൻസ് എങ്കിൽ എന്താ നമ്മുടെ ബ്രെയിൻ കൂടുതൽ എഫിഷ്യൻ്റ് ആവോടാ. നമ്മൾ മടി പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എഫിഷ്യൻ്റ് ആവില്ല. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വഴിയാണ് ബ്രെയിൻ എഫിഷ്യൻ്റ് ആകുന്നത്. ഓക്കെ, ഇനി നെർവുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ന്യൂറോണിനെ കുറിച്ച്. ഈ ന്യൂറോണിൻ്റെ ആക്സോണിൻ്റെ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് നെർവുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ന്യൂറോൺ ഓൾറെഡി പറഞ്ഞിരുന്നു, അതിലെ ആക്സോണിലെ ഈ ആക്സോണിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് നെർവുകൾ എന്ന് വിളിക്കുന്നത്. ഈ നെർവ് അതിന് ആക്സോണിന്റെ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് നെർവുകൾ എന്ന് വിളിക്കുന്നത്. ഈ ആക്സോൺ എന്ത് വെച്ചിട്ടാണ്, അതായത് ലെയർ ഓഫ് ഫാറ്റ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ, അതായത് യോജക കലകളാലും കൊഴുപ്പിന്റെ പാളിനെയും വെച്ചിട്ടാണ് പൊതിഞ്ഞ് ആണ് ഈ പറയുന്ന നെർവിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, നമ്മുടെ ന്യൂറോണിലെ ആക്സോണിനെ ഫാറ്റ് ലെയർ വെച്ചിട്ടും കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ടും പൊതിഞ്ഞ് നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ കൂട്ടത്തിനെയാണ് നെർവുകൾ എന്ന് വിളിക്കുന്നത്. നെർവുകൾ 3 തരത്തിലാണുള്ളത് കേട്ടോ, 3 തരത്തിലാണുള്ളത്. സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. സെൻസറി നെർവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ വിവിധ ഭാഗത്തു നിന്നുള്ള ഇമ്പൾസിനെ അല്ലെങ്കിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ എവിടേക്ക് എത്തിക്കുന്നു, സെൻട്രൽ നെർവസ് സിസ്റ്റമായ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നു. എവിടേക്കാണ്, അതായത് ബോഡി പാർട്സിൽ നിന്ന് എവിടേക്ക് എത്തിക്കുന്നു, ബോഡി പാർട്സിൽ നിന്ന് എവിടേക്കാണ് എത്തിക്കുന്നത്, ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നതാണ് ആര്, സെൻസറി നെർവ് ചെയ്യുന്നത്. ഇനി മോട്ടോർ നെർവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജിനെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നു, ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ആര് ചെയ്യുന്നത്, മോട്ടോർ നെർവ് ചെയ്യുന്നത്. മോട്ടോർ നെർവിന്റെ മലയാളം പ്രേരക നാഡി കേട്ടോ, പ്രേരക നാഡിയാണ്. മറ്റേ സെൻസറിനെ സംവേദ നാഡി എന്ന് വിളിക്കുന്നു. ഇനി മിക്സഡ് നെർവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സംവേദ നാഡീനെയും പ്രേരക നാഡീനെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ബ്രെയിനിൽ നിന്ന് മസ്തിഷ്കത്തിൽ നിന്ന് സുഷമനിലേക്കും അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്ന് ബ്രെയിനിലേക്കുമുള്ള മെസ്സേജിന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് സ്പൈനൽ കോഡിലേക്കും സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജ് ബ്രെയിനിലേക്കും കൊണ്ടുകൊടുക്കുന്നത് ആരാണ്, മിക്സഡ് നെർവാണ്. ഓക്കെ, ഇനി അതുപോലെ ന്യൂറോൺ 3 തരത്തിലുണ്ട് കേട്ടോ. സെൻസറി ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ ഉണ്ട്. മറ്റിടത്ത് മിക്സഡ് ആയിരുന്നു, ഇവിടെ ഇന്റർ ആണ്. സെൻസറി ന്യൂറോൺ എന്ന് പറയുന്ന നേരത്തെ പോലെ തന്നെയാണ് ബോഡി പാർട്സിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തിക്കുന്നു, ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നു. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മെസ്സേജുകളെ മസ്തിഷ്കത്തിലേക്കും സുഷമനിലേക്കും എത്തിക്കുന്നു. മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുന്നത്, ബ്രെയിനിൽ നിന്നും അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ നിന്നും അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നും അല്ലെങ്കിൽ സുഷമനയിൽ നിന്ന് മെസ്സേജുകളെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നു, ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നു. ഇന്റർ ന്യൂറോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മോട്ടോർ ന്യൂറോണിനെയും സെൻസറി ന്യൂറോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. മലയാളത്തിൽ സംവേദ ന്യൂറോണ്, പ്രേരക ന്യൂറോണ്, ഇന്റർ ന്യൂറോൺ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ ശരീരത്തിലെ ഹൃദയമിടിപ്പായിക്കോട്ടെ, ശ്വസനമായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളെ ബോധപൂർവമായിട്ട് നിയന്ത്രണമില്ലാതെ നടക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെ എപ്പോഴും എന്താണ് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയായ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് കൺട്രോൾ ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിൽ എന്താണ് ഇവയുടെ, അതായത് നമ്മുടെ ബ്രെയിനെ കൊണ്ടും സ്പൈനൽ കോഡ് കൊണ്ടും പറ്റാതെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പെരിഫറൽ വ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ് ചില അടിയന്തര ഘട്ടങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇത് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, സിമ്പത്തറ്റിക് എന്നും അതുപോലെ പാരാസിമ്പത്തറ്റിക് എന്നും. ഏതൊക്കെയാണ്, ഇത് ഇൻക്ലൂഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് വെച്ചാൽ അടിയന്തര സാഹചര്യങ്ങൾ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പേപ്പട്ടി നമ്മൾ ഓടിച്ചിടാനായിട്ട് നിൽക്കുന്നു, അതെന്താണ്, സിമ്പത്തറ്റിക് സിസ്റ്റമാണ്. അതായത് സിമ്പതി വേണമല്ലോ നമുക്ക്, അതാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. ഇനി പാരാസിമ്പത്തറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് പേപ്പട്ടിക്ക് ഓടി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, നമ്മൾ ഇത്തിരി ഒന്ന് വിശ്രമിച്ച്, അതായത് എല്ലാം കറക്റ്റായി, അതായത് എല്ലാ പാരകളും പോയി, അതിനെയാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 8 എണ്ണം വരുന്നത്, പാരാസിമ്പത്തറ്റിക്കിൽ വരുന്ന 8 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7
എട്ടെണ്ണം നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കുക, അതായത് പട്ടി നമ്മൾ ഓടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോലും പറയുന്നതാണ് കണ്ണിലെ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃഷ്ണമണിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞു റൗണ്ട് സാധനമുണ്ട്, അതാണ് പ്യൂപ്പിൾ. അത് എന്ത് ചെയ്യുന്നുണ്ട്, വികസിക്കുന്നുണ്ട്. രണ്ടാമത് എന്താ ചെയ്യുന്നത്, ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ. നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റും, അയ്യോ പട്ടി ഓടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ, വെള്ളം നമ്മൾ പോലും അറിയാതെ എന്താണ് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഉമിനീര് അല്ലെങ്കിൽ ഈ പറയുന്ന സലൈവയുടെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഹാർട്ട് ബീറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, നമുക്ക് ടെൻഷൻ വന്ന സമയത്ത് എന്താണ് ഹാർട്ട് ബീറ്റ്സ് കൂടുന്നുണ്ട്. അതുപോലെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ശ്വാസകോശം വികസിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആവശ്യത്തിന് ശ്വാസം കിട്ടണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി അപ്പം തന്നെ നമ്മുടെ ലങ്സിനെ അങ്ങ് വലുതാക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. നമ്മൾ ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയായിരിക്കും, പക്ഷേ അതൊക്കെ സ്ലോ ഡൗൺ ചെയ്തിട്ട് ഈ പറയുന്ന എമർജൻസി സിറ്റുവേഷനിലേക്ക് നമ്മുടെ ബോഡിനെ സജ്ജമാക്കുന്നുണ്ട്. ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്യുന്ന ഹാർട്ട് ബീറ്റ്സും ഹോർമോൺ പ്രൊഡക്ഷനും ഉണ്ട്, ബാക്കിയൊക്കെ സ്ലോ ഡൗണും ഡിക്രീസും ആണ് ചെയ്യുന്നത്. അതുപോലെ പെരിസ്റ്റാൾസിസ്, അതായത് നമ്മുടെ ചെറുകുടലിലൊക്കെ മൂവ്മെന്റിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ചെറുകുടലിൽ മാത്രമല്ല, നമ്മുടെ ഈസോഫാഗസിലും അല്ല സ്റ്റൊമക്കിലൊക്കെ ഈ മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്, സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. റീറ്റെയിൻ യൂറിനെ നിലനിർത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, പാരാസിമ്പത്തറ്റിക്. അതായത് നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ ഇങ്ങനെ വിടർന്നിരിക്കുകയായിരുന്നു, അതെന്ത് ചെയ്യുന്നുണ്ട്, ചുരുങ്ങുന്നുണ്ട്. ഉമിനീരിന്റെ ഉൽപ്പാദനം നോർമൽ ആകുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നുണ്ട്, നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്ത് ചുരുങ്ങുന്നുണ്ട്, ദഹന പ്രക്രിയ അതായത് ഡൈജഷൻ പ്രോസസ് ഒക്കെ കറക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ പെരിസ്റ്റാളിസിസ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ യൂറിനെ ശൂന്യമാക്കപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലുള്ളത്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഈ 8 പോയിന്റ് പഠിക്കണം. 8 പോയിന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഇതിൽ നിന്ന് വരുന്ന മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനൊപ്പം വർക്ക് ചെയ്യുന്ന ഏതാണ്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അതിന്റെ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും, സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്ന 4 പോയിന്റ് എഴുതാൻ പറയും, അല്ല പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്ന 4 പോയിന്റ്. അപ്പൊ നിങ്ങൾ വെറുതെ മാർക്ക് കളയേണ്ട, അത്യാവശ്യം മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ വെറുതെ കളയേണ്ട. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ പഠിക്കാം കേട്ടോ. അത് ജസ്റ്റ് ബോക്സിലാക്കി കൊടുത്തതേ ഉള്ളൂ. ഇനി സ്പോണ്ടേനിയസ് റെസ്പോൺസ്, അതായത് പെട്ടെന്ന് ആകസ്മികമായിട്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്, അതായത് ചൂടുവെള്ളത്തിൽ നമ്മുടെ ലൈറ്റ്, ഒരു കൊച്ചു കണ്ട പെട്ടെന്ന് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കണ്ണ് ചെയ്യുന്നുണ്ട്. അതായത് 8 മണിക്ക് കറണ്ട് പോയി, 8:30 ആയപ്പോഴാണ് വന്നത്. അപ്പോൾ നമ്മൾ മെഴുകുതിരി ഒന്നും കത്തിച്ചിട്ടുണ്ടായില്ല, പെട്ടെന്ന് ലൈറ്റ് വരുമ്പോൾ എന്താ, നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിട്ടാണ്, അല്ല സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം. ഇനി അതല്ല, തുമ്മുന്നത്, നമ്മൾ പെട്ടെന്ന് മൂക്കിൽ പൊടി പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ തുമ്മുന്നുണ്ട്. അതുപോലെ തന്നെ ചൂട് ഒബ്ജക്റ്റ്, ഹോട്ടായിരിക്കുന്ന ആ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിൽ കൈ തട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൈ വലിക്കുന്നുണ്ട്. നമ്മൾ അയ്യോ കൈ പൊള്ളി എന്നാൽ കൈ വലിച്ചേക്കാം എന്ന് കരുതിയിട്ടല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ മുള്ളു കയറുന്നു, നമ്മൾ അറിയാതെ എന്ത് ചെയ്ത് കാല് പൊക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡോറ്, കാറിൻ്റെ ഡോറിലോ അല്ലെങ്കിൽ വീട്ടിലെ ഡോറിലോ എന്താണ് കൈ ഇടയിൽപ്പെടുന്നു, അപ്പോൾ എന്താ ജസ്റ്റ് ഇറങ്ങുന്നു, നല്ല സുഖമായിരിക്കും അല്ലേ. നമ്മൾ വെച്ചുകൊണ്ടിരിക്കില്ല, നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്, അത് പൊക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സ്പോണ്ടേനിയസ് ആയിരിക്കുന്ന റെസ്പോൺസിനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്? റിഫ്ലെക്സ് ആക്ഷൻ ആർ ദ റിയാക്ഷൻ ദാറ്റ് ഒക്കർ സ്പോണ്ടേനിയസ്ലി ആൻഡ് ഇൻവോളണ്ടറി റെസ്പോണ്ട് ടു സ്റ്റിമുലൈ. സ്റ്റിമുലൈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്താണ്, ഇതുപോലെ പ്രേരണകൾക്ക് കാരണം, ചിലപ്പോൾ ചൂടാകാം, തണുപ്പായിരിക്കാം, ലൈറ്റ് ആയിരിക്കാം, അങ്ങനത്തെ സ്റ്റിമുലൈക്ക് അനുസരിച്ച് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ നമ്മൾ പോലും അറിയാതെ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന സ്പോണ്ടേനിയസ് ക്വിക്കായിട്ട് നടക്കുന്ന റെസ്പോൺസിനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് ആകസ്മികമായിട്ടും അനൈച്ഛികമായിട്ടും നടക്കുന്ന പ്രതികരണങ്ങൾ, റെസ്പോൺസിനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? സ്പൈനൽ കോഡും അതുപോലെ തന്നെ ബ്രെയിനുമാണ്. സുഷമനയും മസ്തിഷ്കവുമാണ് എന്താ ഈ പറയുന്ന റിഫ്ലെക്സ് ആക്ഷനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയാം. റിഫ്ലെക്സ് ആക്ഷൻ ഒരു പാതയുണ്ട്. റിഫ്ലെക്സ് ആക്ഷന്റെ ആ ഒരു പാത്വേനെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. അല്ലെങ്കിൽ റിഫ്ലെക്സ് പ്രവർത്തനത്തിന്റെ സഞ്ചാര പാതയെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. ചോദിക്കോട്ടോ, റിഫ്ലെക്സ് ആക്ഷൻ എന്നാൽ എന്താ? അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിഫ്ലെക്സ് ആർക്ക്. ഈ റിഫ്ലെക്സ് ആക്ഷന്റെ സഞ്ചാര പാതയെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചൂട് എന്ന് പറയുന്ന ആ സ്റ്റിമുലൈ, മെഴുകുതിരി എന്ന് പറയുന്ന സ്റ്റിമുലൈ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ ചൂട് എന്നുള്ള സ്റ്റിമുലൈ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ റിസപ്റ്റർ ഉണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ എന്താണ്? സെൻസറി ന്യൂറോൺ ആണ്. സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യും? കൈ പൊള്ളി എന്നുള്ള മെസ്സേജ് എവിടെ എത്തിക്കുന്നുണ്ട്? നമ്മുടെ സ്പൈനൽ കോഡിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്പൈനൽ കോഡ് എന്ത് ചെയ്യുന്നുണ്ട്? കൈ വലിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൈ വലിക്കാനായിട്ട് മോട്ടോർ ന്യൂറോണിലേക്ക് കണക്ട് ചെയ്യുന്ന ആളാണ് ഇന്റർ ന്യൂറോൺ. അതാണ് മൂന്നാമത്തെ ആള്. നാലാമത്തെ ആളാണ് മോട്ടോർ ന്യൂറോൺ പറയുന്നതാണ്, കൈയിലെ പേശിയോട് പറയുന്നതാണ് കൈ വലിച്ചോ, കൈ പൊള്ളിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നാലാമത്തെ ആളാണ് മോട്ടോർ ന്യൂറോൺ. അഞ്ചാമത്തെ ആളാണ് മസിൽസ്, അതായത് മസിലിനോട് പറയുന്നതാണ് വലിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നു? മസിൽ വലിക്കുന്നു. ഇതാണ് അതിന്റെ സഞ്ചാരപാത. അപ്പോൾ റിഫ്ലെക്സ് ആർക്കിന്റെ ഫ്ലോ ചാർട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിസപ്റ്റർ എഴുതി വെക്കണം. ഫസ്റ്റ് കളർ മാറ്റാം. റിസപ്റ്റർ എഴുതി വെക്കണം. റിസപ്റ്റർ, അതിനുശേഷം എന്താണ്? സെൻസറി ന്യൂറോൺ.
രണ്ടാമത് എന്താണ്? മൂന്നാമത് എന്താണ്? ഇന്റർന്യൂറോൺ. അടുത്തത് ഏതാണ്? യെസ്, മോട്ടോർ ന്യൂറോൺ. ലാസ്റ്റ് എന്താണ്? മസിൽസ്. മലയാളം മീഡിയം ശ്രദ്ധിക്കുക. അതാണെങ്കിൽ റിസപ്റ്റർ ഗ്രാഹികളായിരിക്കും, സംവേദനാഡി, അതുപോലെ ഇന്റർന്യൂറോൺ, അടുത്തത് പ്രേരക നാഡി, പേശികൾ. ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് ഇതുപോലെ എഴുതി വെക്കുക. റിഫ്ലക്സ് ആർക്കെന്നുള്ളത് എന്താണ്? പാത്ത് വേ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ, അല്ലെങ്കിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളിലെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് എഴുതാനായിട്ട് പഠിക്കണം കേട്ടോ. എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ റിഫ്ലക്സ് ആക്ഷൻ 2 തരത്തിലുണ്ട്. എത്ര തരത്തിലുള്ളത്? 2 തരത്തിൽ. ഒന്നാമത്തെയാണ് സ്പൈനൽ റിഫ്ലക്സ്. അതായത് സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മലയാളം മീഡിയം ഇത് തന്നെയാണ്. നമ്മുടെ സ്പൈനൽ കോഡ്, സുഷുമ്ന കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷനെ സ്പൈനൽ റിഫ്ലക്സ് എന്നും, അതായത് ചൂടുള്ള വസ്തുവിൽ കൈ പെട്ടെന്ന് പൊള്ളുന്നു, അല്ലെങ്കിൽ മൂർച്ചയുള്ള വസ്തുവിൽ കാല് വെക്കുമ്പോൾ കാല് പെട്ടെന്ന് വലിക്കുന്നു, അതൊക്കെ ആരാണ്? നമ്മുടെ ബ്രെയിൻ അല്ല പെട്ടെന്ന് ചെയ്യുന്നത്, നമ്മുടെ സ്പൈനൽ കോഡാണ്. അപ്പോൾ സ്പൈനൽ കോഡ് ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷനെ സ്പൈനൽ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് സെറിബ്രൽ റിഫ്ലക്സ്. സെറിബ്രൽ റിഫ്ലക്സ് എന്താണ്? നമ്മുടെ സെറിബ്രം, അതായത് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷനെയാണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് കണ്ണിൽ ഭയങ്കരമായിട്ട് പൊടി വരുന്നു, അപ്പോൾ കണ്ണ് ചിമ്മുന്നു, അല്ലെങ്കിൽ എന്താണ് ഓവറായിട്ട് ലൈറ്റ് വരുമ്പോൾ കണ്ണടയ്ക്കുന്നു. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന സെറിബ്രം ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി എന്തിനാണ് റിഫ്ലക്സ് ആക്ഷൻ? എന്തിനാണ്? പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ കൈ പൊള്ളിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക് ആയിരിക്കുന്ന റെസ്പോൺസ് ആണിത്, അല്ലേ? ആ റെസ്പോൺസ് നടന്നില്ലെങ്കിൽ എന്താ? നമ്മുടെ കൈ അവിടെ പൊള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെന്താ? പ്രൊട്ടക്ഷൻ ഫ്രം ദ ഹാം ബൈ ദ റെസ്പോണ്ടിങ് ക്വിക്ലി. പെട്ടെന്ന് പ്രതികരിച്ചുകൊണ്ട് ശരീരത്തിൽ എന്താണ്? ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണ്? പ്രൊട്ടക്ഷൻ. മെയിൻറ്റെയിൻ സേഫ്റ്റി, അതായത് ശരീരത്തെ സംരക്ഷിക്കുന്നുണ്ട്. റെഗുലേറ്റ് വേരിയസ് ബാഡ്ലി ഫങ്ഷൻസ് സച്ച് ആസ് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ആൻഡ് ബ്രീതിങ്. ശരീരത്തിനകത്തെ വിവിധ ഉപാജയ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതുമാര് തന്നെയാണ് ഈ പറഞ്ഞ റിഫ്ലക്സ് ആക്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക് ആയിരിക്കുന്ന റെസ്പോൺസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു, ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു സിസ്റ്റമാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന സിസ്റ്റമാണ്. കാരണം നമ്മൾ കാണുന്നു, കേൾക്കുന്നു, നമ്മുടെ ബോഡിയിൽ എല്ലാ കാര്യങ്ങളും കൺട്രോളും കോർഡിനേറ്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? നെർവസ് സിസ്റ്റം. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോടാ? എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതായത് തലയിലാണ് എന്തിരിക്കുന്നത്? മെയിൻ ആയിരിക്കുന്നത് ബ്രെയിൻ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താ? സ്പൈനൽ കോഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽമെറ്റ് വെക്കാം. ഇനി കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുക. അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വീഴുകയാണ്, തലയടിച്ച് വീഴാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ തലയ്ക്കൊന്നും പറ്റാതിരിക്കാൻ, തലയെന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ബ്രെയിൻ ഒന്നും പറ്റാതിരിക്കാൻ ഹെൽമെറ്റ് വെയർ ചെയ്യുക. ഇനി സീറ്റ് ബെൽറ്റ് എന്താണ്? കാറിലിരിക്കുന്ന സമയത്ത് തെറിച്ച് വീണാൽ നട്ടലിന് പ്രശ്നം വരും. അപ്പോൾ അരക്ക് കീഴ്പോട്ടൊക്കെ തളർന്നു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക. അപ്പോൾ നമ്മൾ തെറിച്ച് പോകാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, സോറി. ഇനി അതുപോലെ തന്നെ കളികളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കുളിക്കുന്നത് പലതരത്തിലുള്ള അണുബാധ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാഗ്നന്റ് വാട്ടേഴ്സിലൊക്കെ കുളിക്കാതിരിക്കാതെ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അത് നമ്മുടെ ബ്രെയിനിലേക്ക് കയറി ബ്രെയിൻ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ മസ്തിഷ്കത്തിന് ബ്രെയിന് പരിക്കേൽക്കുന്നതായിട്ടുള്ള പല ജോലികളുണ്ട്. അതിനകത്ത് ഏർപ്പെടുന്ന ആൾക്കാർ ഹെൽമെറ്റും അതുപോലെ സേഫ്റ്റി ബെൽറ്റും നിർബന്ധമായിട്ട്. പ്രത്യേകിച്ച് പെയിന്റ് പണിക്കാരെ കണ്ടിട്ടില്ല, അവർ ഫ്ലാറ്റിൻ്റെ മുകളിലൊക്കെയാണ് പെയിന്റ് അടിക്കാൻ കയറുന്നതെന്നുണ്ടെങ്കിൽ അവരെങ്ങും വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് വെക്കണം. വീഴാതിരിക്കാനായിട്ട് എന്താണ്? ഈ പറയുന്ന ബെൽറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ശീലങ്ങൾ നമ്മുടെ ഈ പറയുന്ന എന്താണ് ഇതിനെ ബാധിക്കുന്നുണ്ട്, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡു എക്സസൈസ്, വ്യായാമങ്ങളിൽ ഏർപ്പെടുക. പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 8 തൊട്ട് 10 മണിക്കൂർ വരെ ഉറങ്ങുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഭയങ്കരമായിട്ട് ഓവറായിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. ലൈഫിലെ കാര്യങ്ങളൊക്കെ കുറച്ച് സിമ്പിളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മളെ ഹ്യൂമൻ്റെ നെർവസ് സിസ്റ്റം കഴിഞ്ഞു. അതുപോലെ നെർവസ് സിസ്റ്റം ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസം, അതായത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഹൈഡ്രയുടെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രയുടെ കേസിൽ എന്താണ്? ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെയാണ് കാണപ്പെടുന്നത് കേട്ടോ, വിത്ത് നോ കൺട്രോൾ ഓഫ് സെൻട്രൽ സീൻ. അത് നിയന്ത്രണ കേന്ദ്രമില്ലാത്ത ഒരു നാഡീ ജാലിക മാത്രമാണ് നമ്മുടെ ഹൈഡ്രയിൽ കാണപ്പെടുന്നത്. എന്നാൽ പ്ലനേറിയയുടെ കേസ് വരുമ്പോൾ എന്താ? തലയുടെ ഭാഗത്ത്, തലയുടെ ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ വേറെ കളർ കാണിച്ചു തരാം. ഈ തലയുടെ ഈ ഭാഗത്തായിട്ട് എന്തുണ്ട്? ഒരു ജോഡി ഗാംഗ്ലിയോണുകളുണ്ട്. ഗാംഗ്ലി ഉണ്ട്. ഈ ഗാംഗ്ലിയകൾ എന്താണ്? ഈ പറയുന്ന നിർദ്ദേശങ്ങളെ ഏകോപിപ്പിക്കുന്നത്. പ്ലനേറിയയിലുള്ള എന്താണ്? ഈ പറയുന്ന ഗാംഗ്ലിയ കേട്ടോ, ഗാംഗ്ലിയ അതാണുള്ളത്. ഇനി ഇൻസെക്റ്റിൽ വരുമ്പോൾ എന്താണ്? അത് ഒരുമാതിരി ഏകദേശം ഒരു ഡെവലപ്ഡ് ബ്രെയിൻ ആയിട്ടുണ്ട് കേട്ടോ, സംവാട്ട് ഡെവലപ്ഡ് ബ്രെയിൻ ആയിട്ടുണ്ട്. അതായത് തലയുടെ ഭാഗത്തുള്ള നാഡീകോശങ്ങളൊക്കെ ചേർന്നിട്ട് വ്യക്തവും അതുപോലെ തന്നെ അത്യാവശ്യം വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ബ്രെയിൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രെയിനിൽ നിന്നിട്ട് എന്താണ്? ഇതിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഓരോ പെയർ നെർവ് ഫൈബേഴ്സും കൂടി കൂടിച്ചേർന്ന് സെഗ്മെന്റ്, അതായത് ഇതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഓരോ ജോഡി നാഡീതന്തുക്കളും എന്താണ്? ഗാംഗ്ലിയോണുകൾ ഓരോ അറയിലേക്കും കാണപ്പെടുന്നത്. ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഗാംഗ്ലിയോണുകൾ ഓരോ അറയിലേക്കും
നെർവ് ഫൈബേഴ്സ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻസെക്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ലെങ്തി ചാപ്റ്ററാണ്, മിസ്സിനും അറിയാം. അപ്പോൾ 2 പോർഷനായിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നത്. ലെങ്തി ചാപ്റ്റർ ആണെന്ന് പറഞ്ഞാൽ ആരും പഠിക്കാതെ ഒന്നും ഇരിക്കരുത്, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്നതിൽ ഉപരി ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക. എല്ലാവർക്കും സിമ്പിളാണല്ലോ, സിമ്പിളാണ്. നിങ്ങൾക്ക് ഭയങ്കര ലെങ്തി ആണെന്നുണ്ടെങ്കിലും കുറേ കടുകട്ടിയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് പെട്ടെന്ന് മറന്നു പോകാത്ത ടൈപ്പ് കൺസെപ്റ്റ് ആണുള്ളത്. അപ്പോൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.